السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ തൗഫീഖിനാൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മസ്ജിദിൽ അല്ലാഹുവിൻ്റെ ദീൻ പഠിക്കുവാനും ഇത് കേൾക്കുവാനും നമുക്ക് തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഒരു ഭവനത്തിൽ അഥവാ മസ്ജിദിൽ ഒരുമിച്ചുകൂടി ഇൽമ് പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം. വമജ്തമഅ ഖൗമുൻ في بيت من بيوت الله يتلون كتاب الله ويتدارسونه بينهم إلا نزلت عليهم السكينة وغشيتهم الرحمة وحفتهم الملائكة وذكرهم الله في من عنده. ഏതൊരു കൂട്ടരാണോ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടുകയും എന്നിട്ട് അള്ളാഹുവിൻ്റെ കിതാബിലെ ആയത്ത് പാരായണം ചെയ്യുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നത്, അവരിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും സക്കീനത്ത്, സമാധാനം ഇറങ്ങാതിരിക്കുകയില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവരെ മൂടി പൊതിയാതിരിക്കുകയില്ല. അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരെ വലയം ചെയ്യാതിരിക്കുകയില്ല. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടുക്കലുള്ള ആളുകൾ അഥവാ അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരുടെ സന്നിധിയിൽ വെച്ച് ഈ ആളുകളുടെ പേര് പരാമർശിക്കുകയും ചെയ്യാതിരിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, നാം ഒന്നാമതായി നമ്മൾ വന്നിരുന്നിട്ടുള്ള ഈ ഒരു മജ്ലിസ്, ഈ ഒരു കാര്യം, അതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും സമാധാനവും അവൻ്റെ കാരുണ്യവും അതുപോലെ നമ്മുടെ ചുറ്റും അള്ളാഹുവിൻ്റെ മലക്കുകളുടെ വലയം ചെയ്യലും ഈ ആളുകളെക്കുറിച്ച് അഥവാ കോടാനുകോടി വരുന്ന അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ വളരെ ദുർബലന്മാരായ നമ്മെക്കുറിച്ച് അള്ളാഹു അവൻ്റെ മഹത്തായ സന്നിധിയിൽ വെച്ച് അവരുടെ പേരുകൾ പരാമർശിക്കുക എന്നതൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ആദ്യമായി ഞാനും നിങ്ങളും നമ്മുടെ നിയ്യത്ത് നന്നാക്കുക എന്നത് എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ് പഠിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത അവൻ്റെ കിതാബിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇൽമിൻ്റെ ആളുകൾക്ക് അല്ലാഹു നൽകിയ പദവി, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകളിൽ ധാരാളം നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ.
റബ്ബ് സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ വിജ്ഞാനം നമുക്ക് നൽകുമാറാവട്ടെ. പറയുന്നതും കേൾക്കുന്നതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ, പരിശുദ്ധ ഇസ്ലാം, അതിൻ്റെ തെളിമയും മാധുര്യവും എന്നതാണ് ആദ്യത്തെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ മറ്റുള്ള ദീനുകളിൽ നിന്ന് വ്യതിരിക്തമാകുന്നത്, അതിൻ്റെ പ്രത്യേകത, ഇത് 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണ്. എല്ലാ നന്മകളും ഒരുമിച്ച് ചേർന്നിട്ടുള്ള പവിത്രമായ ഒരു ആദർശമാണ് പരിശുദ്ധ ഇസ്ലാം. അള്ളാഹുവിൻ്റെ കിതാബ് പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ അള്ളാഹു എല്ലാ സമുദായത്തിലേക്കും പ്രവാചകന്മാരെ, റസൂലുമാരെ അയക്കാറുണ്ട്. അങ്ങനെ അവസാനമായി നമ്മിലേക്ക് വന്ന നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാണിച്ചു തന്ന, അവിടുന്ന് പഠിപ്പിച്ച അവിടുത്തെ തിരുസുന്നത്ത്, ഇത് രണ്ടുമാണ് ഈ ദീനിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. അതുകൊണ്ട് തന്നെ വക്രതയില്ലാത്ത, വളവില്ലാത്ത, തെളിമയാർന്ന ആദർശമാണ് പരിശുദ്ധ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ ഈ ദീനിനെ കുറിച്ച് പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന ദിവസം അഥവാ ഒരു ദുൽഹിജ്ജ മാസത്തിൽ അതിൻ്റെ 9ാമത്തെ ദിവസം, ഒരു അറഫ ദിനം, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് സഹാബത്തിന് പാരായണം ചെയ്തു കൊടുക്കുകയാണ്. അള്ളാഹു പറയുന്നു, ഇതാ ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് നൽകിയിരിക്കുന്നു. എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ സമ്പൂർണമാക്കി തന്നിരിക്കുന്നു. ഇസ്ലാമിനെ നിങ്ങൾക്കിതാ, എൻ്റെ അനുഗ്രഹമാകുന്ന പരിശുദ്ധ ഇസ്ലാം, അതിനെ നിങ്ങൾക്കിതാ ദീനായി ഞാൻ തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ ദീനിൻ്റെ പ്രത്യേകതയാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമാണിത്. അവൻ സമ്പൂർണമാക്കി തന്ന അവൻ്റെ അനുഗ്രഹമാണ്. അതുപോലെ അല്ലാഹു നമുക്ക് തൃപ്തിപ്പെട്ട് നമുക്ക് നൽകിയതാണിത്. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്, ഈ ഉമ്മത്തിന് അറിയിപ്പ് നൽകിയത്, തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ. ഞാൻ നിങ്ങളെ പ്രകാശപൂരിതമായ ഒരു പാതയിൽ വിട്ടേച്ചു പോകുന്നു. ലൈലുഹ, ഈ പ്രകാശപൂരിതമായ മാർഗം, അതിലെ രാത്രി പോലും കനഹാരിഹ, അതിൻ്റെ പകല് പോലെയാണ്, വെട്ടിത്തിളങ്ങുന്നതാണ് എന്ന് ചുരുക്കം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്. സ്വയം നശിക്കാൻ തയ്യാറെടുത്ത ഒരുവനല്ലാതെ എനിക്കു ശേഷം വഴിപിഴച്ചു പോവുകയില്ല, തെറ്റിപ്പോവുകയില്ല. ധാരാളം തെളിവുകൾ സഹോദരങ്ങളെ ഈ വിഷയത്തിൽ നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ അടുക്കൽ ദീൻ എന്നാൽ, മതമെന്നാൽ അത് പരിശുദ്ധ ഇസ്ലാമാണ്. അള്ളാഹു പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ മതമെന്നാൽ, ദീൻ എന്നാൽ അത് ഇസ്ലാം മാത്രമാകുന്നു. അഥവാ അള്ളാഹു സ്വീകരിക്കുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന, അള്ളാഹു പ്രതിഫലം നൽകുന്ന, പരലോകത്ത് ഉപകാരപ്പെടുന്ന
ആദർശം, ദീൻ, അത് ഇസ്ലാം മാത്രമാകുന്നു എന്നാണ് അർത്ഥം. എന്നിട്ട് അല്ലാഹു ഓർമ്മപ്പെടുത്തി, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. ഇസ്ലാമല്ലാത്ത വല്ലതും ആരെങ്കിലും അന്വേഷിച്ച് ചെല്ലുകയാണെങ്കിൽ അവനിൽ നിന്ന് യാതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. മാത്രമല്ല പരലോകത്ത് അവൻ നഷ്ടക്കാരിൽ ഉൾപ്പെടുകയും ചെയ്യും. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ, അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അല്ലാഹു അവതരിപ്പിച്ച അവന്റെ വഹയാണ്. അല്ലാഹു പറഞ്ഞില്ലേ, വമാ യൻതിഖു അനിൽ ഹവാ. അല്ലാഹു അയച്ച അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്. അവിടുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ദീനിന്റെ വിഷയം സംസാരിക്കുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ. അവിടുത്തേക്ക് നൽകപ്പെടുന്ന വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാം, അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ മനോഹാരിതയും നമുക്ക് ബോധ്യപ്പെടാൻ അള്ളാഹുവിൻ്റെ കിതാബിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും ധാരാളം തെളിവുകൾ കാണുന്നതാണ്. ഈ ദീനിൻ്റെ മനോഹാരിതയിൽപ്പെട്ട ചില കാര്യങ്ങൾ എന്നോടെന്നതുപോലെ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ദീനിൻ്റെ മനോഹാരിതകൾ ഓരോന്നും നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, ഇതിനേക്കാൾ തെളിമയാർന്ന ഒരു പാത, ഒരു മാർഗം ഒരാൾക്കും മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. കാരണം വക്രതയില്ലാത്ത, വളവില്ലാത്ത, ഒരു ന്യൂനത പോലുമില്ലാത്ത തെളിമയാർന്ന പാതയാണ് പരിശുദ്ധ ഇസ്ലാം. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ദീനിൻ്റെ ഒന്നാമത്തെ മനോഹാരിതയിൽപ്പെട്ടതാണ്, ഈ ദീൻ മുഴുവനും എടുത്തു നോക്കിയാൽ അൽ ഇഹ്സാൻ, ഏറ്റവും നല്ല കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും എളുപ്പവും മനോഹാരിതയും ഭംഗിയും ആധികാരികതയും തുടങ്ങി എല്ലാ അർത്ഥത്തിലും നന്മകൾ മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ അറിയിച്ചു, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിലും ഇഹ്സാൻ നിർബന്ധമാക്കിയിരിക്കുന്നു. എല്ലാ കാര്യത്തിലും നല്ല രൂപത്തിൽ, ഏറ്റവും ഭംഗിയായി, ഏറ്റവും എളുപ്പത്തിൽ, ഏറ്റവും മനോഹരമായി ചെയ്യുക, പ്രവർത്തിക്കുക, പറയുക എന്നത് ഈ ദീനിൻ്റെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ്. എത്രത്തോളം എന്നാൽ ഒരു അറവ് നടത്തുന്ന വിഷയത്തിൽ വരെ. അറവ് നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു അറവ് മൃഗത്തിൻ്റെ ജീവനെടുക്കലാണ്. അതുപോലും എങ്ങനെയെങ്കിലും അടിച്ചിട്ടോ ഉപദ്രവിച്ചിട്ടോ കഴുത്ത് ജനിച്ചിട്ടോ ആ രൂപത്തിലുള്ള വികൃതമായ രൂപത്തിൽ ചെയ്യരുത് എന്നുവരെ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല. ഒരു ശിക്ഷ നടപ്പാക്കുമ്പോൾ, അതല്ലെങ്കിൽ യുദ്ധവേളയിൽ, അങ്ങനെയുള്ള സന്ദർഭത്തിൽ കൊല ചെയ്യുമ്പോൾ അതേറ്റവും നല്ല രൂപത്തിൽ, അഥവാ മുഖം വികൃതമാക്കാതെ ആ രൂപത്തിലുള്ള അനീതി കാണിക്കരുത്. അതുപോലെ വഇദാ ദബഹ്തും ഫഅഹ്സിനു ദിബ്ഹ. നിങ്ങൾ അറവ് നടത്തുകയാണെങ്കിൽ അതിനേറ്റവും നല്ല രൂപത്തിൽ അറുക്കുക, അഥവാ കത്തി മൂർച്ച കൂട്ടുകയും ആ രൂപത്തിൽ വേഗത്തിൽ, എളുപ്പത്തിൽ, നല്ല രൂപത്തിൽ ചെയ്യുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുക എന്നത് ദീനിന്റെ എല്ലാ കാര്യത്തിലും ബാധകമാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞു, നോക്കൂ,
തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ഏതൊരുവന്റെ കയ്യിലാണോ സർവാധിപത്യമുള്ളത് അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. അവൻ ജീവിതവും മരണവും സൃഷ്ടിച്ചവനാകുന്നു. എന്തിനാണ് അല്ലാഹു ജീവിതവും മരണവും സൃഷ്ടിച്ചത്? ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി. അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ. ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്ന് പരീക്ഷിക്കുവാൻ. നോക്കൂ, നിങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ, ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യണം. ഈ ആയത്തിന്റെ തഫ്സീറിൽ നമുക്ക് കാണാം, ഏറ്റവും നല്ല രൂപം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. രണ്ടും വഹയിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. നമുക്ക് തോന്നിയതുപോലെ ചെയ്യുക എന്നത് ഒരു മേഖലയിലും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഏത് കാര്യം എടുത്തു നോക്കിയാലും നന്മ, നല്ലത്, മനോഹാരിത കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യന്റെ നിരന്തരം അവൻ ഉപയോഗിക്കുന്ന കാര്യമാണ് നാവ്. അല്ലാഹു പറയുന്നു, വഖുൽ ലിഇബാദി യഖൂലു അല്ലതി ഹിയ അഹ്സൻ. നിങ്ങൾ അടിമകളോട് പറയുക, അള്ളാഹുവിന്റെ പ്രവാചകരെ, അവരേറ്റവും നല്ല വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഏറ്റവും നല്ല സംസാരം അള്ളാഹു പറയുന്നു. ഇനി ആശയ സംവാദം, ഒരാളോട് തെളിവുകൾ നിരത്തി സംസാരിക്കേണ്ടി വരികയാണെങ്കിൽ വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ തർക്കിക്കുക, ആശയ സംഭാഷണം നടത്തുക. ഇനി പ്രബോധന മേഖലയിലാണെങ്കിൽ ഒരാൾക്കൊരു നന്മ കൽപ്പിക്കുന്നു, ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു, അള്ളാഹു പറയുന്നു ബിൽ ഹിക്മതി വൽ മൗഇലതിൽ ഹസന, ഇൽമിന്റെ അടിസ്ഥാനത്തിൽ ഉൾക്കാഴ്ചയോടെ അറിവോടുകൂടി നല്ല ഉപദേശത്തോടുകൂടി പറഞ്ഞു കൊടുക്കുക. ഇനി ഒരാൾ നമ്മോട് വല്ല തെറ്റും ചെയ്തു, അല്ലെങ്കിൽ നമ്മെ ഉപദ്രവിച്ചു, മോശമായി പെരുമാറി, അള്ളാഹു പറയുന്നു ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സനു സയ്യിഅ, തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക. അള്ളാഹു പറയുന്നു വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ, നന്മയും തിന്മയും ഒരുപോലെയാവുകയില്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക. നിങ്ങൾ നോക്കൂ, ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം ഒരുമിച്ച് പോവാൻ ഒരാൾക്ക് സാധ്യമല്ല എങ്കിൽ അള്ളാഹു പറയുന്നു ഫഇംസാകും ബിൽ മഅറൂഫി ഔ തസ്രീഹും ബിഇഹ്സാൻ, ഒന്നല്ലെങ്കിൽ നല്ല രൂപത്തിൽ ഒരുമിച്ച് ജീവിക്കുക, അതല്ലെങ്കിൽ മാന്യമായി നല്ല രൂപത്തിൽ വേർപിരിയുക. മാതാപിതാക്കളോട് അള്ളാഹു പറയുന്നു വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, ഗുണം ചെയ്യുക, ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് വർത്തിക്കുക. ഇനി എല്ലാ മേഖലയിലും ആമായി അള്ളാഹു പറയുന്നു വഅഹ്സിനു, നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്സാനുള്ളവരെ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഏതാനും ചില ആയത്തുകൾ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. എല്ലാ മേഖലയിലും ഇഹ്സാൻ, നല്ല രൂപം, മനോഹരമായ രൂപം, ഏറ്റവും വൃത്തി, ഏറ്റവും നല്ല രൂപം, അത് പരിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ വിശ്വാസ, കർമ്മ, ആചാര, അനുഷ്ഠാനങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ മറ്റുള്ള ആദർശങ്ങളുമായി, മറ്റുള്ള രീതികളുമായി താരതമ്യം ചെയ്തു നോക്കിയാൽ ഇതിൻ്റെ എല്ലാ കാര്യത്തിലും നമുക്ക് ഈ മനോഹാരിത കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കും. സഹോദരങ്ങളെ, ദീനിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്, പണ്ഡിതന്മാർ പറഞ്ഞു 4 കാര്യങ്ങൾ.
ഒന്ന് അൽ കമാൽ, ഈ ദീൻ പരിപൂർണമാണ്. ഈ ദീനിന് ഇനി ഒന്നും കൂട്ടാനോ കുറക്കാനോ ആവശ്യമായിട്ടില്ല. അൽ കമാൽ എന്ന വിശേഷണം ഈ പരിശുദ്ധ ദീനിനുണ്ട്. അള്ളാഹു പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇതാ ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തീകരിച്ച് നൽകിയിരിക്കുന്നു. ഈ ദീൻ പരിപൂർണമാണ്. ഒരാൾക്കും ഈ ദീനിലേക്ക് പുതുതായി വല്ലതും കടത്തിക്കൂട്ടാൻ സാധിക്കുകയില്ല. ഈ ദീനിൽ ഉള്ളത് വല്ലതും വെട്ടിച്ചുരുക്കുക എന്നത് സാധിക്കുകയില്ല. അള്ളാഹു പറഞ്ഞതുപോലെ വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദ്ല, നിന്റെ റബ്ബിന്റെ വാക്കുകൾ സത്യസന്ധതയുടെ കാര്യത്തിലും നീതിയുടെ കാര്യത്തിലും പരിപൂർണമായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ തറക്തു ശൈഅൻ യുഖർരിബുകും ഇലല്ലാഹി ഇല്ലാ ബയ്യൻതുഹു ലക്കും വഅമർതുകും ബിഹി, അല്ലാഹുവിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന ഏതൊരു കാര്യമുണ്ടോ നിങ്ങൾക്ക് ഞാൻ വിശദീകരിക്കാതിരിക്കുകയോ കൽപ്പിക്കാതിരിക്കുകയോ ചെയ്തിട്ടില്ല. വലാ ശൈഅൻ യുബാഇദുകും അനില്ലാഹ് ഇല്ലാ ബയ്യൻതുഹു ലക്കും വനഹൈതുകും അൻഹു, അല്ലാഹുവിൽ നിന്ന് നിങ്ങൾ അകറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ നിങ്ങൾക്കത് വിശദീകരിക്കാതിരിക്കുകയോ നിങ്ങളോട് വിലക്കാതിരിക്കുകയോ ചെയ്തിട്ടില്ല. സഹോദരങ്ങളെ, ഇങ്ങനെ പരിപൂർണമായ ഒരു ദീനിന്റെ ആളുകളാണ് നാം. ഈ ദീനിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ ആളുകൾക്ക് തോന്നിയതുപോലെ വല്ലതും കടത്തിക്കൂട്ടാൻ സാധിക്കുകയില്ല. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ചില ആളുകൾ വരിക, എന്നിട്ട് അവരുടെ ചിന്തയിൽ ഉദിച്ച കാര്യങ്ങൾ ചേർത്തുക, എന്നിട്ട് അത് കുറച്ചു കാലം ആചരിക്കുക. പിന്നെ അടുത്ത ആൾ വരിക, എന്നിട്ട് അയാളുടെ ചിന്തക്കനുസരിച്ച് അയാൾ കണ്ട സ്വപ്നങ്ങൾ, അയാൾ ചിന്തിച്ചുണ്ടാക്കിയ കാര്യങ്ങൾ എഴുതി ഉണ്ടാക്കുക, എന്നിട്ട് അത് ആചരിക്കുക. ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നൽകിയ വഹി എന്താണോ അതാണ് ഇലാ യൗമിൽ ഖിയാമ ഈ ദീൻ. ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, അന്നേ ദിവസം എന്തൊന്ന് ദീനല്ലയോ അതിന്നും ദീനാവുകയില്ല. അതുകൊണ്ടാണ് ബിദ്അത്തുകൾ എതിർക്കപ്പെടുന്നത്. നല്ലതല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരു ഹർഫ് പോലും ഈ ദീനിൽ കടത്തിക്കൂട്ടാൻ പാടില്ല. നല്ലതല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരു വരി പോലും, ഒരു ദിക്ർ പോലും അല്ലാഹുവോ അവന്റെ റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് ഈ ദീനിൽ കടത്തിക്കൂട്ടാൻ പാടില്ലാത്തതാണ്. അതിന്റെ തെളിവുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. അൽ യൗമ അക്മൽതു ലക്കും, സൂറത്തുൽ മാഇദയിലെ ആയത്താണ്, എല്ലാവർക്കും സുപരിചിതമാണ്. ആയത്ത് അവതരിക്കപ്പെട്ടതിന് ശേഷം പിന്നെ ഈ ദീനിൽ ഒന്നും കടത്തിക്കൂട്ടാൻ അനുവാദമില്ല. സൂറത്തുൽ മാഇദ 3-ാമത്തെ ആയത്ത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ കേട്ടു. അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിൽ നിന്ന് നമ്മെ അകറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അഥവാ തിന്മകൾ, അതെല്ലാം അവിടുന്ന് വ്യക്തമാക്കി തന്നിട്ടുണ്ട്, വിലക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ ദീനിന്റെ മഹത്തായ തെളിമയിൽപ്പെട്ടതാണ് അൽ കമാൽ, പരിപൂർണമാണ് സഹോദരങ്ങളെ ഈ ദീൻ. ഇസ്ലാമിനല്ലാതെ ഈ ഒരു അവകാശവാദം ഉന്നയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും സാധ്യമല്ല. കാരണം അവരുടെ പ്രമാണങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അവർക്ക് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ചിലത് അംഗീകരിക്കും, ചിലത് അംഗീകരിക്കുകയില്ല. ചിലർക്ക് ബുദ്ധിക്ക് യോജിക്കുകയില്ല. എന്നാൽ അല്ലാഹുവിന്റെ കിതാബിലെ ഒരായത്ത്, അതിന്റെ ഒരു ഹർഫ്, ഒരു ഫത്ഹോ കസറോ ഒരാൾ തെറ്റിച്ചു എന്ന് വിചാരിക്കുക, ചോദ്യം ചെയ്യാൻ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകൾ ഈ സമുദായത്തിലുണ്ട്. ആണ് ഈ ദീനിന്റെ പ്രത്യേകത. രണ്ടാമത്തത് സഹോദരങ്ങളെ, ഈ പരിശുദ്ധ ദീനിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് അശ്ശുമൂൽ. ഇത് എല്ലാ കാലത്തേക്കും
ഏത് കാലത്തേക്കും അനുയോജ്യമായ ഒരു ആദർശമാണിത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ആദർശമാണിത്. നോക്കൂ, നിങ്ങൾ ഒരു ടെക്നോളജിയും ഇല്ലാത്ത കാലത്ത് ചില ആളുകൾ പരിഹസിക്കാറുള്ളത് പോലെ 6-ാം നൂറ്റാണ്ടിൽ എന്ന് പറയും. ആ 6-ാം നൂറ്റാണ്ടിൽ അവതരിക്കപ്പെട്ട വഹി ഇന്നും ലോകത്തിന് ആവശ്യമാണ്. ഇന്നും ആ വഹി, ഈ ദീൻ, കിതാബ്, സുന്നത്ത് ലോകത്തിൻ്റെ സർവ്വ ദിക്കുകളിലും ഉയർന്നു നിൽക്കുന്നു. ഏത് കാലത്തേക്കും അല്ല, ഏത് വിഷയം എടുത്തു നോക്കൂ, ഏത് വിഷയമെടുത്താലും അന്നുള്ളത് നമുക്കിന്നും പറയാം. എവിടെ വെച്ചും പറയാം, ആരോടും പറയാം. ചെറിയവരോടും വലിയവരോടും, അറബികളോടും അനറബികളോടും, ആരോടും ഇത് പറയാം. കറുത്തവൻ, വെളുത്തവൻ, വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത നാടുകൾ, ഇങ്ങനെ ഒരു വിവേചനവുമില്ല. എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രൂപത്തിലാണ് ഈ പരിശുദ്ധ ദീൻ. നമ്മൾ നോക്കൂ, അറബി ഭാഷയിൽ ഇറങ്ങിയ പരിശുദ്ധ ഖുർആൻ, അറബി ആയി ജനിച്ച് വളർന്ന് അങ്ങനെ ജീവിച്ച് വഫാത്തായി പോയ ഈ ദീനിന്റെ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇന്ന് അള്ളാഹുവിന്റെ കിതാബ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊഴിമുത്തുകൾ നമ്മൾ അനറബികളായ നമ്മൾ പോലും ആ ഭാഷ പഠിച്ചെടുത്തിട്ട് ഇത് വായിക്കുകയാണ്. ഇന്ന് ഏറ്റവും അധുനാധുനിക കാലത്താണ് നമ്മളുള്ളത്. ഏറ്റവും നൂതനമായ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു, കാണുന്നു. അല്ലെ, പഴയ കാലത്ത് കുഴിച്ച് നിൽക്കണം ഒരു നമ്പർ ഡയൽ ചെയ്യണമെങ്കിൽ. ഇന്ന് പറഞ്ഞാൽ മതി. ഫോൺ നമ്മൾ പോക്കറ്റിൽ വെച്ചിട്ട് വിളിച്ചാൽ മതി. എന്ന് വിളിച്ചാൽ ആരാണോ പേര് പറഞ്ഞു കൊടുത്ത അയാൾ വിളിക്കും. അങ്ങനെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഈ ദീനിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഈ ദീനിന്റെ വിശ്വാസത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. ഈ ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന സൃഷ്ടാവിന്റെ വിശേഷണങ്ങൾ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. നിസ്കാരത്തിൽ അന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫുകൾ നേരെയാക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞോ? ഇന്നത് മാറ്റമുണ്ടോ? ഇല്ല. അന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി, ഇന്നും അതന്നെയാണ്. ദീനിലെ ഓരോ കാര്യത്തിലും മാറ്റമില്ല. ഏത് കാലത്തേക്കും, ഏത് നാടിനും, ഏത് വ്യക്തികൾക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രൂപത്തിലാണ് പരിശുദ്ധ ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് സഹോദരങ്ങളെ ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇതല്ലാത്ത സാധനം എടുത്തിട്ട് നിങ്ങൾ വേറെ എവിടെയും കൊണ്ടുപോയി നോക്കും, ആളുകൾ ചിലപ്പോൾ കേട്ട് അന്തം വിട്ടു. നമ്മുടെ നാട്ടിലുള്ള ആദർശങ്ങൾ തന്നെ അറബികളോട് പറഞ്ഞു നോക്കൂ, ഒന്നല്ലെങ്കിൽ ചിരിച്ചിട്ട് അപ്പം തന്നെ താഴ്ത്തു പോകും, അതല്ലെങ്കിൽ സങ്കടം കൊണ്ട് ഈ ആളുകളുടെ ദയനീയാവസ്ഥ ആലോചിച്ചിട്ട് പൊട്ടിക്കരയും. അതാണ് അവസ്ഥ. ഈ യുക്തിവാദികൾ, യുക്തിയില്ലാത്ത ബുദ്ധിയില്ലാത്ത യുക്തിവാദികൾ, അവർ പറയുന്ന ആദർശം എടുത്ത് നോക്കൂ. ചെറിയ കുട്ടികൾ പോലും അംഗീകരിക്കൂല, ചെറിയ മക്കൾ പോലും അംഗീകരിക്കുകയില്ല. ഇതാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീനല്ലാത്ത മറ്റു ദീനുകളുടെ അവസ്ഥ. ഇത് എല്ലാ കാലത്തേക്കും എല്ലാവർക്കും ഈ ദീനും ഈ ദീനിന്റെ പ്രമാണങ്ങളും എല്ലാം അനുയോജ്യമാണ്. മൂന്നാമത്തെ കാര്യം അസ്സമാഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം, ഒരു കെട്ടിക്കൊടുക്ക് ഈ ദീനിൽ നിശ്ചയിച്ചിട്ടില്ല. എളുപ്പമുള്ള ദീനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ബുഇസ്തു ബിൽ ഹനീഫിയ്യത്തി അസ്സംഹ. അൽ ഹനീഫിയ്യ അസ്സംഹ. അൽ ഹനീഫിയ്യ എന്ന് പറഞ്ഞാൽ പരിപൂർണമായി തൗഹീദിലേക്ക് ചാഞ്ഞിട്ടുള്ള ആദർശം. സംഹ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ദീനുമായി കൊണ്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിലെ ഓരോ കാര്യങ്ങളും നമുക്ക്
പ്രയാസം ഉണ്ടാക്കിയിട്ടില്ല. അല്ലാഹു തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, ദീനിൽ നിങ്ങൾക്ക് നാം ഒരു ഞെരുക്കവും ഏർപ്പെടുത്തിയിട്ടില്ല. സൂറത്തുൽ ഹജ്ജിലെ 78-ാമത്തെ ആയത്ത്. സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ ആയത്തിൽ കാണാം, മാ യുരീദുല്ലാഹു ലിയജഅല അലൈക്കും മിൻ ഹറജ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ലാഹു പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ആയത്താണ്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഏതൊരു ശരീരത്തിനും ഏതൊരാൾക്കും സാധിക്കുന്നതല്ലാത്തതൊന്നും അല്ലാഹു അവർക്ക് നിർബന്ധമാക്കിയിട്ടില്ല, ഏൽപ്പിച്ചിട്ടില്ല. നോക്കൂ സഹോദരങ്ങളെ, ദീനിലെ വിശ്വാസമെടുത്തു നോക്കൂ. ഏറ്റവും നല്ല വിശ്വാസമാണ്, അത് വിശ്വസിക്കാൻ ഒരു പ്രയാസവും ഇല്ല തന്നെ. സ്രഷ്ടാവിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു രൂപമോ അടയാളമോ ചിത്രമോ ഒന്നുമില്ല. പക്ഷെ ലോകത്തിന്റെ സർവ്വലോകങ്ങളുടെയും സ്രഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എങ്കിൽ ഉൾക്കൊള്ളാൻ ഒരു പ്രയാസവുമില്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഏകത്വം പറഞ്ഞു കൊടുക്കാൻ ഒരു കെട്ടിക്കൊടുക്കില്ല, ഒരു പ്രയാസവുമില്ല. ആ റബ്ബിന്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരു പ്രയാസമില്ല. ഈമാൻ കാര്യങ്ങൾ, വിശ്വസിക്കൽ നിർബന്ധമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ എളുപ്പത്തിൽ ഒരാൾക്ക് കേൾക്കാൻ സാധിക്കും. വിമർശകരായ ആളുകൾ പോലും കേട്ടു നിൽക്കും, ഒരു അംഗീകരിക്കും, വിശ്വസിച്ചിട്ടില്ലെങ്കിലും. എതിര് പറയുക എന്നത് മർക്കട മുഷ്ടിക്കാർ എന്തെങ്കിലും പറയാന്നല്ലാതെ പ്രാമാണികമായി അതിനെ തകർക്കാൻ, എതിർക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. ദീനിലെ വിശ്വാസം, ഇനി മറ്റു ആചാരങ്ങൾ, ഇബാദത്തുകൾ എടുത്തു നോക്കൂ നിങ്ങൾ. തുള്ളലും ആട്ടവും പാട്ടും പൊട്ടിത്തെറിക്കലും ആ രൂപത്തിലുള്ള ഒരു ഏർപ്പാടും ഈ ദീനിലില്ല. ദീനിലെ ഇബാദത്തുകളൊക്കെ ശാന്തസുന്ദരമാണ്, ശാന്തസുന്ദരമാണ്. അതിലേക്ക് വരും ഓരോ ഇബാദത്തുകളും പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ ഏതെടുത്തു നോക്കിയാലും സഹോദരങ്ങളെ എളുപ്പമാണ് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. ദീനിൽ ഉള്ളിലുള്ള നിയമങ്ങളാവട്ടെ നോക്കൂ, അല്ലാഹു എളുപ്പം നിശ്ചയിച്ചതായി അനേകം കാര്യങ്ങൾ നമുക്ക് കാണാം. ചെറിയ ചെറിയ ചില കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ, വുദു എടുക്കണം, വെള്ളമില്ല, എന്ത് ചെയ്യണം? തയമ്മും ചെയ്യാം. ഭൂമി മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല വുദു എടുക്കാൻ വെള്ളമില്ലെങ്കിൽ ശുദ്ധിയുള്ള പ്രതലങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. ഒരാളുടെ ഇബാദത്ത് തടസ്സപ്പെടുന്നില്ല. നിങ്ങൾ നോക്കൂ, മുസ്ലിമായ ഒരു മനുഷ്യൻ നിന്ന് നിസ്കരിക്കാൻ പ്രയാസമാണ്, ആരോഗ്യപരമായി ശാരീരികപരമായി ബുദ്ധിമുട്ടാണ്, രോഗമാണ്, പ്രശ്നമാണ്, നിന്നേ പറ്റൂ എന്നൊരു കണിശതയില്ല. ഇരിക്കാനും പറ്റുന്നില്ല ഒരാൾക്ക്, കിടന്നുകൊണ്ട് നിസ്കരിക്കാം. എത്ര എളുപ്പമാണെന്ന് നോക്കൂ നിങ്ങൾ. ഏത് നോക്കിയാലും ഒരുപാട് യാത്രക്കാർക്ക് അതാത് സമയത്ത് നിസ്കരിക്കാൻ പ്രയാസമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒന്നല്ലെങ്കിൽ ദുഹറിന് ദുഹറും അസ്റും കൂടി നിസ്കരിക്കാം, അതും ഡിസ്കൗണ്ടാണ്, 2 നിസ്കരിച്ചാൽ മതി. അത് നോക്കൂ, 4 നിസ്കരിക്കേണ്ട നിസ്കാരങ്ങൾ അത് ഏതെങ്കിലും ഒരു സമയത്ത് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആക്കാം. തഖ്ദീമും തഅഖീറും നടത്താം എന്ന് മാത്രമല്ല, അത് അല്ലാഹു ലഘൂകരിച്ചു തന്നിരിക്കുന്നു. അതുപോലെ തന്നെ മഗ്രിബും ഇശാഉം. ഇങ്ങനെ നോക്കൂ, യാത്രക്കാർക്ക് എളുപ്പം നൽകിയിരിക്കുന്നു. ഹജ്ജിന്റെ കാര്യം എടുത്ത് നോക്കൂ, ആരോഗ്യവും സമ്പത്തുമുള്ള ഒരാൾക്ക് ജീവിതത്തിൽ ഒരു തവണ മാത്രമേ നിർബന്ധമുള്ളൂ, ഒറ്റ തവണ. ഇങ്ങനെ ഏത് എടുത്തു നോക്കിയാലും പരിശുദ്ധ റമളാനിൽ രോഗിയോ യാത്രക്കാരനോ അങ്ങനെയുള്ള തടസ്സമോ ഉണ്ടാവുകയാണെങ്കിൽ പിന്നീട് എടുത്തു കൂട്ടിയാൽ മതി. ഇങ്ങനെ സഹോദരങ്ങളെ അനേകം കാര്യങ്ങൾ അള്ളാഹുവിന്റെ ദീൻ എടുത്തു നോക്കിയാൽ അത് എളുപ്പമാക്കി റബ്ബ് തന്നിരിക്കുന്നു.
മൂന്നാമത്തെ കാര്യം അതാണ്, അള്ളാഹു എളുപ്പമുള്ള ദീനാക്കി തന്നിരിക്കുന്നു. ഇതിനിൽ എളുപ്പമുണ്ട്, പ്രയാസങ്ങളില്ല, കെട്ടിക്കുടുക്കുകളില്ല, ഉപദ്രവമില്ല. നാലാമത്തെ കാര്യം അൽ ബഖാ, ഖിയാമത്ത് നാൾ വരെ ഈ ദീൻ ബാക്കിയാകും. ഒരിക്കലും പരിപൂർണമായി ഇത് നശിച്ചു പോവുക എന്നത് സംഭവിക്കുകയില്ല. ഈ ദീനിൽ ഉൾപ്പെടുക എന്നത് നമ്മുടെ ഭാഗ്യമാണ്. ദീനിന് അതുകൊണ്ട് മെച്ചമുണ്ട് നിങ്ങൾ ആരും വിചാരിക്കേണ്ടയില്ല, ഞാനും നിങ്ങളും. അതിൽ ഉൾപ്പെട്ടാൽ അതിന്റെ ഗുണം നമുക്കാണ്. അതാണ് നമ്മുടെ ലാഭം, നമുക്ക് ഫായിദ. നമ്മുടെ പരലോകം രക്ഷപ്പെടാൻ നമ്മളതിൽ പ്രവേശിക്കണം. ഈ ദീൻ എന്നത് ഇവിടെ ബാക്കിയുണ്ടാകും. ഖിയാമത്ത് നാൾ വരെ ഇത് ബാക്കിയുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീൻ അത് സംരക്ഷിക്കും. ഈ ദീനിന്റെ പ്രമാണം പരിശുദ്ധ ഖുർആൻ, അതിന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റിട്ടുണ്ട്. പഴയകാലത്തെ വേദഗ്രന്ഥങ്ങൾ അവരിലെ പണ്ഡിത പുരോഹിതന്മാരാണ് അല്ലാഹു ഏൽപ്പിച്ചത്. നിങ്ങളത് നോക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അവർ അതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തി. തൗറാത്തും ഇഞ്ചീലും ഒക്കെ അവർ മാറ്റിമറിച്ചു, കൈകടത്തലുകൾക്ക് വിധേയമാക്കി. പരിശുദ്ധ ഖുർആൻ അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു. ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. സൂറത്തുൽ ഹിജ്ർ 9-ാമത്തെ ആയത്ത്. തീർച്ചയായും ഈ ഉത്ബോധനം, ഈ പരിശുദ്ധ ഖുർആൻ അത് നാമാണ് അവതരിപ്പിച്ചത്. നാം തന്നെ അതിന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. സഹോദരങ്ങളെ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം ഏറ്റെടുത്ത ദീനാണിത്. ഇതിനെ തകർക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. ഒരാൾക്കും. ചരിത്രത്തിൽ നിന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാം, വലിയ വലിയ സ്വേച്ഛാധി പതികളായ രാജാക്കന്മാർ കടന്നുപോയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഫിറഔനിനെ നശിപ്പിക്കാൻ ഒരാൺകുട്ടി ജനിക്കും എന്നത് ഭയന്നുകൊണ്ട് ആ നാട്ടിലെ ആൺകുട്ടികളെ മുഴുവനും നശിപ്പിച്ചു. പക്ഷെ അള്ളാഹു അവന്റെ കൊട്ടാരത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ കൺമുന്നിൽ, അവന്റെ കൊട്ടാരത്തിൽ, അവന് കീഴിൽ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വളർത്തിക്കൊണ്ടുവന്നു. ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചു. പക്ഷേ അവൻ ഉന്മൂലനം ചെയ്യപ്പെട്ടു, അവനും അവന്റെ ആളുകളും. ആ നദി, ആ കടൽ അത് കാണിച്ചിട്ട് ഇത് ഞാനാണ് ഒഴുക്കുന്നത് എന്ന് വീരവാദം മുഴക്കിയിരുന്നു അവൻ. പക്ഷെ അതിൽ തന്നെ അള്ളാഹു അവനെ മുക്കി നശിപ്പിച്ചു. നമ്രൂദിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ദൂരത്ത് നിന്ന് വലിയ തീക്കുണ്ടമുണ്ടാക്കി അതിലേക്ക് വലിച്ചെറിഞ്ഞു. തഫ്സീറുകളിൽ കാണാം, ആ ചരിത്രം വിശദീകരിക്കുന്ന ആയത്തുകൾ അതിന്റെ തഫ്സീറുകളിൽ നമുക്ക് കാണാം. അതിനു മുമ്പോ അതിനു ശേഷമോ അതുപോലൊരു തീക്കുണ്ടം ഉണ്ടായിട്ടില്ല. നേരെ കൊണ്ടുപോയിട്ട് ഇടുകയല്ല ചെയ്തത്, ദൂരെ നിന്ന് വലിച്ചെറിയുകയാണ് ചെയ്തത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ തീയെ തണുപ്പാക്കി കൊടുത്തു, സുരക്ഷിതത്വമാക്കി നൽകി, സമാധാനമാക്കി നൽകി. ഒരു പോറലുമേൽക്കാതെ വീണ്ടും തൗഹീദിന്റെ ശബ്ദവുമായി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം രംഗത്ത് വന്നു. എത്ര നബിമാർ, അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, അവരിൽ ചിലരെ രണ്ട് പിളർപ്പാക്കി, രണ്ട് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ. ഒരുപാട് നബിമാരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. യഖ്തുലൂനൽ അംബിയാഅ ബിഗൈരി ഹഖ്ഖിൻ എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഒന്നോ രണ്ടോ നബിമാരല്ല, നബിമാരെ തന്നെ ഒരുപാട് ആളുകളെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ദീൻ നശിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാമത്തെ വയസ്സിൽ നുബുവത്തുമായി കടന്നു വന്നപ്പോൾ തുലോം തുച്ഛം ആളുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വിരലിൽ എണ്ണാൻ മാത്രമുള്ള 6 or 7 ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചരിത്രത്തിൽ കാണാം. നശിപ്പിക്കാനുള്ള പണിയെല്ലാം അവരെടുത്തു നോക്കി. പക്ഷേ
ആ മക്ക തന്നെ, ആ രാജ്യം തന്നെ, ആ നാട് തന്നെ കീഴടക്കിക്കൊണ്ട് ജയിച്ചടക്കിക്കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് കാലെടുത്തു വെക്കുകയാണ്. കഅബാലയം, അള്ളാഹുവിന്റെ ഭവനമായ കഅബ, അതിൻ്റെ അകത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട സർവ്വ വിഗ്രഹങ്ങളെയും അവിടുന്ന് തച്ചു തകർത്തെടുത്തു മാറ്റുകയാണ്. തൗഹീദിന്റെ അലയൊലികൾ പിന്നീട് ആ നാട് മുഴുവനും അലയടിക്കുകയാണ്. നിങ്ങൾ നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ട് ഇറങ്ങി പുറപ്പെട്ടവരാണ് ഖുറൈശികൾ, മുശ്രിക്കുകൾ. ബദറിന്റെ രണാങ്കണം നിങ്ങൾ നോക്കൂ, 1000-ഓളം ആളുകൾ ഒരു ദിവസം 100 ഒട്ടകങ്ങളെ അറുത്ത് ഭക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്നാൽ 1000 ആളുകളുണ്ട്, ഇപ്പുറത്തോ 300 ചില്ലാൻ ആളുകൾ. അല്ലാഹു വമ്പിച്ച വിജയം നൽകി, സാധിച്ചിട്ടില്ല നശിപ്പിക്കാൻ. എന്നിട്ടല്ലേ സഹോദരങ്ങളെ ഇന്ന് കഴിഞ്ഞുപോയ ഇതുപോലെയുള്ള ക്രൂരന്മാർ, ധിക്കാരികൾ, അവരെ പോലുള്ള ആളുകളൊന്നും ഇന്നുമില്ല, ഇനി വരാനുമില്ല. ഇനി വന്നാൽ തന്നെ ഈ ദീനിനൊരു പോറല് പോലും ഏൽക്കുകയില്ല. ഏതൊക്കെ പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും വന്നാൽ നമ്മളതിൻ്റെ അകത്തുണ്ടാവോ എന്നേ നമ്മൾ പേടിക്കൊണ്ടുള്ളൂ. ഈ ദീന് ബാക്കിയാവും. അൽ ബഖാ എന്ന വിശേഷണം ഈ ദീനിനുണ്ട്. ഇതൊരിക്കലും തകരുകയില്ല, ഇതൊരിക്കലും ഇല്ലാതാവുകയില്ല, ഇതൊരിക്കലും നശിക്കുകയില്ല. ഇലാ യൗമിൽ ഖിയാമ. നമ്മളതിനകത്ത് ഈ ദീൻ മുറുകെ പിടിക്കുന്ന ആളുകളായി ഉണ്ടാവുമോ എന്നതേ നമ്മൾ പേടിക്കണ്ടുള്ളൂ. അവിടെയാണ് നമ്മുടെ ഭയം ഉണ്ടാവേണ്ടത്. നമ്മൾ മരിച്ചു എന്ന് വിചാരിക്കുക, നമ്മളെ ആളുകൾ കൊന്നു എന്ന് വിചാരിക്കുക, ബാക്കി ഇവിടെ ഉണ്ടാവും. ഇതിലൂടെ ഉണ്ടാകും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ബാങ്കൊലികൾ ഉയരും. നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മളൊരാളും ആ വിഷയത്തിൽ ആവലാതിപ്പെടേണ്ടതില്ല. ഈ ദീൻ പ്രവേശിക്കാത്ത ഒരു നാടോ ഒരു വീടോ ഉണ്ടാവുകയില്ല എന്ന് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ 4 വിശേഷണങ്ങൾ ഈ ദീനിന്റെ മനോഹാരിതയിൽപ്പെട്ടതാണ്. ഈ ദീൻ എത്ര തെളിമയാർന്നതാണ് എന്നത് അറിയിക്കുന്ന കാര്യങ്ങളാണിത്. 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? 1, അൽ കമാൽ, ഇത് പരിപൂർണമാണ്. 2-മത്തേത് അശ്മുൽ, ഇതെല്ലാ കാലത്തേക്കും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. 3, അസ്സംഹ, ഇത് എളുപ്പമുള്ളതാണ്, ഞെരുക്കമുള്ളതല്ല. 4, അൽ ബഖാ, ഇത് ബാക്കിയാകും, എന്നെന്നും ഖിയാമത്ത് നാൾ വരെ ബാക്കിയാകും എന്നത്. ഇനി സഹോദരങ്ങളെ, ഈ പരിശുദ്ധ ദീനിന്റെ, ഇസ്ലാമിന്റെ തെളിമയിൽപ്പെട്ടതാണ് ഈ ദീനിന്റെ അടിസ്ഥാനം, ഈ ദീനിന്റെ അടിസ്ഥാനങ്ങൾ. ഈ ദീൻ നിലനിൽക്കുന്ന 5 കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അത്തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദ. ഷിർക്കിൽ നിന്ന് പരിപൂർണമായി മുക്തമാണ് ഈ ദീൻ. ഏകനായ സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവന് മാത്രമേ ഇബാദത്ത്, ആരാധന പാടുള്ളൂ എന്ന പ്രഖ്യാപനമാണ് ഈ ദീനിന്റെ അടിസ്ഥാനം. അതുതന്നെയാണ് ഈ ദീനിലെ ഏറ്റവും മനോഹരമായ കാര്യം. മറ്റുള്ള ദീനിൽ നിന്ന് ഈ ദീൻ വ്യതിരിക്തത കൈവരിച്ചത് ഏറ്റവും പ്രധാനമായി ഈ വിഷയത്തിലാണ്. ഈ ദീനിൽ പൗരോഹിത്യമില്ല. ഈ ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വഹയായി ഇറക്കിയതാണ്. നേരത്തെ നമ്മൾ കേട്ടു, അള്ളാഹു ഇറക്കിയ വഹി, അള്ളാഹു അയച്ച റസൂലുമാർ, നബിമാർ, എല്ലാവരും, എല്ലാ കിതാബുകളും മുന്നോട്ട് വെച്ച കാര്യം ഇതാണ്, തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏകനായ ഇലാഹിന്, ആരാധനക്ക് അർഹതയുള്ളവന്, അവന് നമ്മുടെ ആരാധനകൾ സമർപ്പിക്കണം. ഷിർക്കിന്റെ അഥവാ ബഹുദൈവ ആരാധന, ബഹുദൈവ വിശ്വാസം എന്നതിൻ്റെ ലാഞ്ചന പോലും ഇതിനിലില്ല.
അത് സഹോദരങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ ചൂഷണങ്ങളും എല്ലാവിധ വഞ്ചനകളും നടക്കുന്നത് ആ മേഖലയിലാണ്. ആത്മീയ തട്ടിപ്പുകൾ, അതുപോലെയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ വിശ്വാസവും അവരുടെ സമ്പത്തും പുരോഹിതന്മാർ കൊള്ളയടിക്കുന്നത് ഈ വിഷയത്തിലാണ്. നോക്കൂ, തൗഹീദുള്ള ആളുകൾ, ഏകനായ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, അവർക്ക് ആരാധനക്ക് വേണ്ടി ജനങ്ങൾക്ക് പൈസ കൊടുക്കേണ്ട ഒരു ഗതികേടില്ല. ഉണ്ടോ? മറ്റേതോ ജാറങ്ങൾ, അതുപോലെയുള്ള കേന്ദ്രങ്ങൾ, ഷിർക്കിന്റെ കേന്ദ്രങ്ങൾ പോയി സന്ദർശിച്ചാൽ അവിടെ 4 നടത്തം നടന്നാൽ പൈസ ഇടണം. അവിടെ അതുപോലെയുള്ള കാര്യങ്ങൾ സമർപ്പിക്കണം. എന്നാലോ മുവഹിദായ തൗഹീദുള്ള അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരു മുസ്ലിമായ ഒരു വിശ്വാസിയായ ഒരു മനുഷ്യൻ അവൻ 5 നേരം വന്ന് നിസ്കരിക്കാം, സുജൂദ് ചെയ്യാം, ദുആ ചെയ്യാൻ, തിരിച്ചു പോവാം. ഒരു കുഴപ്പമില്ല. പള്ളിക്ക് സഹായിക്കാൻ കൊടുത്താൽ മതി, അത് വേറെ വിഷയം. ഇബാദത്തിന് ഒരു ചൂഷണമില്ല, ഇബാദത്തിന്റെ പേരിൽ ഒരു ചൂഷണമില്ല. അത് സഹോദരങ്ങളെ തൗഹീദിന്റെ പ്രത്യേകതയാണ്. ഈ ദീനിലെ പ്രവാചകന്മാർ, പ്രമാണങ്ങൾ, പ്രബോധകർ ക്ഷണിക്കുന്നത് അവരവരിലേക്കല്ല, മറിച്ച് അള്ളാഹുവിലേക്കാണ്. ഒരു റസൂലും വന്നിട്ട് നിങ്ങൾ എന്നെ ആരാധിക്കണം, ഞാനാണ് ഈ കാണുന്നതൊക്കെ നിയന്ത്രിക്കുന്നത്, എൻ്റെ മേൽ നിങ്ങൾ ബരമേൽപ്പിക്കണം, എനിക്ക് നേർച്ച സമർപ്പിക്കണം എന്ന് പറയുകയില്ല. മറിച്ച് അവരെല്ലാവരും വദാഇയൻ ഇലല്ലാഹ് എന്നാണ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകനാണ്, അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്, ഏകനായ സൃഷ്ടാവിലേക്ക്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അള്ളാഹു പറഞ്ഞു. മസ്ജിദുകൾ, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. മസ്ജിദ് എന്നത് പള്ളി എന്ന് പൊതുവെ നമ്മൾ പറയും. ഭൂമി മുഴുവനും എനിക്ക് മസ്ജിദാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു സ്ഥലത്ത് വെച്ചും അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. പള്ളികളിലാവട്ടെ അതുപോലെ ഒരു സ്ഥലത്ത് വെച്ചും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നാണ് ആ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് എന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, ഒരുപാട് ആയത്തുകൾ വേണ്ട. ഖുർആനിന്റെ ആദ്യത്തെ സൂറത്ത് മുതൽ അവസാനം വരെ ഒരാളെടുത്ത് പാരായണം ചെയ്ത് നോക്കിയാൽ മുഴുവനും തൗഹീദാണ്. ഈ പറഞ്ഞ ഏകനായ റബ്ബിനെ കുറിച്ച്, അവന്റെ ഏകത്വത്തെക്കുറിച്ച്, അവനിലേക്കുള്ള ക്ഷണം, അവന്റെ നാമഗുണ വിശേഷണങ്ങൾ, ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ഷിർക്കിൽ നിന്നുള്ള താക്കീതുകൾ, മുന്നറിയിപ്പുകൾ, അതിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ധാരാളം പരിശുദ്ധ ഖുർആൻ മുഴുവനും എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം. ഈ ദീനിന്റെ ഏറ്റവും വലിയ മനോഹാരിതയാണ് സഹോദരങ്ങളെ തൗഹീദ് എന്നുള്ളത്. ഇതിലൊരാൾക്ക് അബദ്ധം സംഭവിച്ചാൽ അയാളുടെ ദീൻ പൊളിഞ്ഞു പോകും, പരലോകം നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തുടക്കം യാ അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, അല്ലയോ ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കൂ, നിങ്ങൾക്ക് വിജയിക്കാമെന്നാണ്. കാരണം അവിടുന്ന് പറഞ്ഞു തുടങ്ങിയത് അതാണ്. പിന്നീട് അവിടുത്തെ ജീവിതം 13 വർഷക്കാലം മക്ക കാലഘട്ടം പരിശോധിച്ചു നോക്കിയാൽ തൗഹീദായിരുന്നു. അന്നിറങ്ങിയ ആയത്തുകളും അവിടുത്തെ പ്രബോധനവും ഒക്കെ പരിശോധിച്ചു നോക്കിയാൽ തൗഹീദ് നിറഞ്ഞു നിൽക്കുന്നതായി കാണാം. മദീനയിലേക്ക് വന്നിട്ടും അത് അവസാനിച്ചില്ല. മദീനയിൽ വെച്ചാണ് സൂറത്ത് മുഹമ്മദ് എന്ന സൂറത്ത് അള്ളാഹു അവതരിപ്പിച്ചത്. അതിൽ നമുക്ക് കാണാം അതിന്റെ ആയത്ത് 19-ാമത്തെ ആയത്ത്, ഫഅലം, നബിയെ താങ്കൾ അറിയുക, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെയും അവസാനിക്കുന്നില്ല. അവിടുത്തെ ജീവിതത്തിലുടനീളം വഫാത്തോടടുത്ത ദിവസങ്ങൾ വരെ അവിടുന്ന് തൗഹീദാണ് ജനങ്ങളോട് പറഞ്ഞത്. ഷിർക്കിൽ നിന്ന് അവരെ താക്കീത് ചെയ്തു, മുന്നറിയിപ്പ് ചെയ്തു, അതിൽ നിന്ന് അകന്നു നിൽക്കാൻ കൽപ്പിച്ചു. ഇങ്ങനെ ധാരാളം നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ
പിതൃവ്യപുത്രൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ, യാ ഗുലാം, മോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, നിനക്കിതാ ഞാൻ ഏതാനും ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം. നിനക്ക് ഏതാനും ചില വാക്കുകൾ ഞാൻ പഠിപ്പിച്ചു തരാം. യഹ്ഫളില്ലാഹ യഹ്ഫൾക, മോനെ നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, എങ്കിൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. യഹ്ഫളില്ലാഹ, വീണ്ടും അവിടുന്ന് പറയുകയാണ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. തജിദുഹു തുജാഹക്, അല്ലാഹുവിനെ നിനക്ക് സഹായിയായി നിന്റെ മുന്നിൽ കണ്ടെത്താം. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, മോനെ നീ ചോദിക്കുകയാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് മാത്രം ചോദിക്കുക, പ്രാർത്ഥിക്കുക. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായാർത്ഥന നടത്തുകയാണെങ്കിൽ നീ അല്ലാഹുവിനോട് മാത്രം സഹായാർത്ഥന നടത്തുക എന്ന് തുടങ്ങി മഹത്തായ ഈ ദീനിന്റെ അടിസ്ഥാനങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ധാരാളം നമുക്ക് ഇനിയും കാണാം. മഹാന്മാരായ അമ്പിയാക്കൾ, നബിമാരെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. മനോഹരമായ ഒരു ചരിത്രം നമുക്ക് കാണാം. മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അഹ്സനുൽ ഖസസ് എന്നാണ് അല്ലാഹു വിശേഷിപ്പിച്ചത്. ചരിത്രങ്ങളിൽ, കഥകളിൽ വെച്ച് ഏറ്റവും നല്ല കഥ. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിൽ വെച്ച് കൂടെ ഉണ്ടായിരുന്ന രണ്ടാളുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അഅർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹ്ഹാർ. എൻ്റെ രണ്ട് കൂട്ടുകാരെ, ജയിലിലുള്ള രണ്ട് കൂട്ടുകാരെ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, വ്യത്യസ്തങ്ങളായ റബ്ബുകൾ, ആരാധ്യന്മാർ, അതാണോ നല്ലത്? അതല്ല ഏകനായ സർവ്വതിനെയും അടക്കി ഭരിക്കുന്ന അല്ലാഹു ആണോ നല്ലത്? നിങ്ങൾ എന്തൊരു മനോഹരമായ ചോദ്യമാണ് നോക്കൂ സഹോദരങ്ങളെ. ഒരുപാട് വ്യത്യസ്തങ്ങളായി ഛിന്ന ഭിന്നമായി കിടക്കുന്ന ഇലാഹുകളാണോ, ആരാധ്യന്മാരാണോ നല്ലത്? അതല്ല ഏകനായ അല്ലാഹു ആണോ നല്ലത്? അവൻ ഏകൻ മാത്രമല്ല, അവൻ അൽ ഖഹാർ, സർവ്വതിനെയും അടക്കി ഭരിക്കുന്ന, എല്ലാറ്റിനെയും കീഴടക്കി വെച്ച സർവാധിപതിയാണവൻ. ആരെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും? അള്ളാഹുവിനെ കുറിച്ചല്ലാതെ മറ്റേത് ഇലാഹുകളെ കുറിച്ചാണ് അതിൻ്റെ ആളുകൾക്ക് ഇത് പറയാൻ സാധിക്കുക? ഒന്നല്ലെങ്കിൽ മരിച്ചവരായിരിക്കും, അതല്ലെങ്കിൽ നിർജീവ വസ്തുക്കളായിരിക്കും, സംസാരിക്കാത്ത, കേൾക്കാത്ത, മുണ്ടാത്ത, ഒന്നിനും കഴിയാത്ത അങ്ങനെയുള്ള ആളുകളല്ലാതെ, അതല്ലെങ്കിൽ ആരുടെയെങ്കിലും മകനോ മകളോ ഒക്കെ ആയിരിക്കും, പ്രസവിക്കപ്പെട്ടവരായിരിക്കും. സൃഷ്ടികളാണ്, എല്ലാവരും സൃഷ്ടികളാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികൾ മാത്രമാണ്. ഏകനായ അള്ളാഹു സുബ്ഹാനഹു വ തആല, അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യം സഹോദരങ്ങളെ എത്ര മനോഹരമായ ചോദ്യമാണെന്ന് നിങ്ങൾ നോക്കൂ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ചോദിച്ചത് കണ്ടിട്ടില്ലേ നിങ്ങൾ? മാ ഹാദിഹി തമാസീലു ലതി അൻതും ലഹാ ആകിഫൂൻ. നിങ്ങൾ ഈ ഭജനമിരിക്കുന്ന, ചുറ്റും കൂടിയിരിക്കുന്ന ഈ വസ്തുക്കൾ, ഈ ബിംബങ്ങൾ, ഈ വിഗ്രഹങ്ങൾ, എന്താണിത്? ഇതിനെക്കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? കേൾക്കാത്ത, മിണ്ടാത്ത, പറയാത്ത. എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിനെ കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുന്നതായി കാണാം. റബ്ബുക്കും റബ്ബുസ് സമാവാതി വൽ അർദ് അല്ലദീ ഫതറഹുൻ. ഞാൻ പരിചയപ്പെടുത്തുന്ന റബ്ബ് അവനാരാണ്? നിങ്ങളുടെ റബ്ബാണ്, ആകാശഭൂമികളുടെ റബ്ബാണ്, സർവ്വതിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ റബ്ബാണവൻ. നോക്കൂ സഹോദരങ്ങളെ, എത്ര മനോഹരമായ ആദർശമാണ്. തൗഹീദിന്റെ പ്രാധാന്യം നിങ്ങൾ നോക്കൂ, തൗഹീദിന്റെ മനോഹാരിത നിങ്ങൾ നോക്കൂ. എന്നിട്ടാണ് നമ്മുടെ ആളുകൾ ഷിർക്ക് പുൽകാൻ വെമ്പൽ കൊള്ളുന്നത്. ഷിർക്കിലേക്ക് അധപ്പതിച്ചു പോകുന്ന ആളുകൾ, ഷിർക്കിന് വേണ്ടി തെളിവുണ്ടാക്കുന്ന ആളുകൾ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വെമ്പൽ കൊള്ളുന്ന, അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകൾ, ഖുർആനിലോ സുന്നത്തിലോ തെളിവ് കിട്ടാതെ ഏതെങ്കിലും കിതാബിന്റെ ഏതെങ്കിലും ഒരു അരവരി അത് ദുർവ്യാഖ്യാനിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്നവരെ ആക്ഷേപിക്കാൻ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ, ഇസ്തിഗാസ എന്ന ഓമന പേരിട്ട് അള്ളാഹു അല്ലാത്തവരോട് തേടാൻ പണിയെടുക്കുന്ന എത്ര ആളുകളുണ്ട്.
അള്ളാഹു അല്ലാത്തവരോട് പാപമോചനം തേടുന്നു, അള്ളാഹു അല്ലാത്തവരോട് ആവശ്യങ്ങൾ ബോധിപ്പിക്കുന്നു, അള്ളാഹു അല്ലാത്തവർ ഈ പ്രപഞ്ചം, ഈ ലോകം നിയന്ത്രിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, അത് പ്രസംഗിക്കുന്നു, അത് കേൾക്കുന്നു. സഹോദരങ്ങളെ, ഈ വിശ്വാസത്തേക്കാൾ തെളിമയാർന്ന ഏത് വിശ്വാസമാണുള്ളത്? ഈ വിശ്വാസത്തേക്കാൾ മാധുര്യമുള്ള ഏത് വിശ്വാസമാണുള്ളത്? എന്തൊരു സമാധാനമാണെന്ന് നിങ്ങൾ നോക്കൂ, എന്തൊരു സമാധാനമാണെന്ന് നിങ്ങൾ നോക്കൂ. ഒരു കാക്ക വന്നിരുന്നാൽ തടുക്കാൻ പോലും സാധിക്കാത്ത ഇലാഹല്ല നമ്മുടെ ഇലാഹ്. ഒരു വെള്ളപ്പൊക്കം വന്നാൽ അതിൽ മുങ്ങിപ്പോകുന്ന ഇലാഹല്ല നമ്മുടെ ഇലാഹ്. ആരെങ്കിലും തച്ചു തകർത്താൽ തകർന്നു പോകുന്ന ഇലാഹല്ല നമ്മുടെ ഇലാഹ്. നാം 5 നേരം സുജൂദ് ചെയ്യുന്ന, നമ്മുടെ മുഖം, നമ്മുടെ നെറ്റി അത് ഭൂമിയിലേക്ക് സ്പർശിപ്പിക്കുന്ന ആ സുജൂദ്, അത് നാം നൽകുന്നത് നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, ഒരു രൂപമോ ഒരു ചിത്രമോ ഒന്നുമില്ലാത്ത ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മുന്നിലാണ്. നോക്കൂ, എത്ര മനോഹരമാണിത്. ഇതല്ലാത്ത കാര്യങ്ങൾ ഒരാൾ മുന്നോട്ട് വെച്ചാൽ ഇതുപോലെ അവർക്ക് സമർപ്പിക്കാൻ, തെളിയിക്കാൻ സാധിക്കുകയില്ല. നേരത്തെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചതുപോലെയാണ്. വ്യത്യസ്തങ്ങളായ ഇലാഹുകളാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾ എടുത്തു നോക്കിയാൽ, ഒരു വണ്ടി ഇടിച്ചാൽ ഒരു ഭാഗത്ത് മൊയ്തീൻ ഷേഖേന്ന് വിളിക്കും, മറ്റാൾ ബദരീങ്ങളെന്ന് വിളിക്കും, വേറെ ആൾക്കാർ മമ്പർത്ത് തങ്ങളെന്ന് വിളിക്കും, വേറെ ആൾക്കാർ CMAന്ന് വിളിക്കും. എന്നാൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന മുവഹിദായ, തൗഹീദുള്ള ഒരാൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ഒരാൾ, അള്ളാഹുവേ എന്റെ റബ്ബേ എന്നാണ് വിളിക്കുക. ഖഹാറായ അള്ളാഹുവിനെ മാത്രം, ഏകനായ റബ്ബിനെ മാത്രം. ഇത് സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിന്റെ മനോഹരമായ കാര്യമാണിത്. നോക്കൂ, ഇത് വക്രതയില്ല, തെളിമയാർന്ന വിശ്വാസമാണിത്. വല്ല ഇരുട്ടും കാണുന്നുണ്ടോ? വല്ല വക്രതയും ഇതിലുണ്ടോ? ഇല്ല. നല്ല ബുദ്ധിയുള്ള ഏതൊരാൾക്കും പറഞ്ഞാൽ ബോധ്യപ്പെടുന്നതാണ് ഈ പറഞ്ഞ കാര്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും മനോഹരമായ ദീനിന്റെ അടിസ്ഥാനം അത് തൗഹീദാണ്. അതിൽ തെളിമയുണ്ട്, മധുരമുണ്ട്. നിങ്ങൾ നോക്കൂ, രണ്ടാമത്തെ കാര്യം, ഈ ദീനിന്റെ തൂണിൽപ്പെട്ടതാണ് അസ്വലാഹ്, നിസ്കാരം. നിസ്കാരം എന്ന് നിങ്ങൾ നോക്കൂ, ഇതുപോലെ ഒരു ദിവസം ആവർത്തിച്ചു വരുന്ന മറ്റൊരു ഇബാദത്ത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നിർബന്ധമായി അള്ളാഹു നിശ്ചയിച്ച മടങ്ങി വരുന്ന ഒരു ദിവസം തന്നെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നിർവഹിക്കേണ്ട ഇബാദത്താണ് നിസ്കാരം എന്നത്. ആ നിസ്കാരത്തിലൂടെ ആദ്യം നമ്മൾ കേട്ട തൗഹീദുള്ള മുസ്ലിമായ മുഅ്മിനായ ഒരാൾ, അവന്റെ ഈമാൻ, അവന്റെ ദീൻ അതിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ നിസ്കാരത്തിൽ ഇഖ്ലാസ്, അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് നിസ്കരിക്കുന്നത് എന്ന ചിന്ത എൻ്റെ കൽബിലുണ്ടാകും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു രൂപവുമില്ല, നേരെ ഇബാദത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട, നിർമ്മിക്കപ്പെട്ട ഒരു ഭവനം, പള്ളി, മസ്ജിദ്, അതിൽ വന്നുകൊണ്ട് ഒരാൾ നിസ്കാരം നിർവഹിക്കുകയാണ്. ഒരു പ്രതിഷ്ഠയോ ഒരു ബിംബമോ ഒരു രൂപമോ ഒന്നുമില്ല, ഇഖ്ലാസ് മാത്രമാണ്. എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ്, എൻ്റെ റബ്ബിന്റെ മുന്നിലാണ് ഞാൻ സുജൂദ് ചെയ്യുന്നത് എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള രഹസ്യ സംഭാഷണമാണ് നിസ്കാരം. ഒരടിമ അവന്റെ പ്രയാസങ്ങൾ, അവന്റെ വിഷമങ്ങൾ, അവന്റെ ഭാരങ്ങൾ അത് ഇറക്കി വെക്കുന്നു നിസ്കാരത്തിലൂടെ. നമുക്കതാവാത്തത് നമ്മുടെ പ്രശ്നം കൊണ്ടാണ്. എനിക്കും നിങ്ങൾക്കും അത് സാധിക്കാത്തത് സഹോദരങ്ങളെ നമ്മുടെ മനസ്സിന്റെ കേടുകൊണ്ടാണ്. നമുക്കതിനെ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. കാരണം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ജുഇലത് ഖുർറതു ഐനി ഫിസ്സലാത്തി, എന്റെ കൺകുളിർമ നിസ്കാരത്തിലാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അവിടുന്ന് നിസ്കാരം എന്നത് അവിടത്തേക്ക് കൺകുളിർമയാണ്. നിസ്കാരത്തിന് സമയമായാൽ അവിടുന്ന് വിളിക്കും, യാ ബിലാൽ അഖിമിസ് സ്വലാ, ഇഖാമത്ത് വിളിക്കും നിസ്കാരത്തിന് വേണ്ടി. അരിഹ്നാ ബിഹാ, അതിലൂടെ നമുക്ക് സമാധാനം നൽകട്ടെ, അതിലൂടെ സമാധാനം നൽകിയാലും എന്ന അർത്ഥത്തിൽ അവിടത്തേക്ക് സമാധാനമാണ്.
ഇതേതൊരു മുസ്ലിമിന് ഇങ്ങനെ ആയിരിക്കണം, എനിക്കും നിങ്ങൾക്കും. ഞാൻ ആവുന്നില്ലെങ്കിൽ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, നമ്മുടെ മനസ്സിനെ നാം ചികിത്സിക്കേണ്ടതുണ്ട്. നമ്മുടെ തിന്മകൾ അതിനെ തൊട്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം നന്നാക്കേണ്ടതുണ്ട്. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഇഖ്ലാസ്, അവനുമായുള്ള രഹസ്യ സംഭാഷണം, അവനെ പുകഴ്ത്തൽ, അവനുള്ള ദിക്ർ തുടങ്ങി അനേകം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നിസ്കാരം എന്നുള്ളത്. ആ നിസ്കാരത്തിലൂടെ അള്ളാഹുവിനോട് സഹായം തേടാൻ കൽപ്പിച്ചിരിക്കുന്നു. വസ്തഈനു ബിസ്സബ്രി വസ്സലാ, ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടിക്കൊള്ളുക. സഹായമാണ് നമുക്ക് ശാന്തിയാണ്, സമാധാനമാണ് സഹോദരങ്ങളെ നിസ്കാരം എന്നുള്ളത്. ഒരാൾ അയാളുടെ വീടിന്റെ മുന്നിലൂടെ ഒഴുകുന്ന നദിയിൽ 5 നേരവും കുളിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ വല്ല കേടും വല്ല വൃത്തികേടും വല്ല അഴുക്കും അവശേഷിക്കുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഒരിക്കലുമില്ല നബിയെ. എന്നാൽ അതാണ് ഫദാലിക മിസ്ലു സ്വലവാത്തിൽ ഖംസ്, അതാണ് 5 നേരത്തെ, എന്നാൽ അതാണ് 5 നേരത്തെ നിസ്കാരങ്ങൾക്കുള്ള ഉദാഹരണം. യംഹുല്ലാഹു ബിഹൽ ഖതായാ, അല്ലാഹു തആല ആ നിസ്കാരം കൊണ്ട് ഒരടിമയുടെ പാപങ്ങൾ മായ്ച്ചു കളയും. സഹോദരങ്ങളെ നോക്കൂ, ശരീരം നമ്മൾ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വൃത്തിയാകുന്നത് പോലെ ഇതിനേക്കാൾ വലുതാണെന്ത്? നമ്മുടെ മനസ്സ്, നമ്മുടെ ജീവിതം അത് നന്നാവുക എന്നുള്ളത്. അള്ളാഹു പാപക്കറകൾ മായ്ക്കാൻ നിശ്ചയിച്ചതാണ് നിസ്കാരം എന്നുള്ളത്. ഈ ദീനിലെ തെളിമയാർന്ന ഈ ദീനിന്റെ മനോഹാരിതയിൽപ്പെട്ടതാണ് 5 നേരത്തെ നിസ്കാരം. 5 നേരത്തെ നിസ്കാരങ്ങൾ എന്നത് ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നിസ്കാരം കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകളുണ്ട്. മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്നത് കാണുന്നു. മുസ്ലിം അല്ലാത്ത ഒരാൾ ചിന്തിക്കുകയാണ്, ഒരു മനുഷ്യന്റെ ഏറ്റവും അഷ്റഫായ, അവൻ പ്രാധാന്യം നൽകുന്ന ഒരു അവയവമാണ്, അതല്ലെങ്കിൽ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് മുഖം. അത് നിലത്തു വെക്കുകയാണ്, ഭൂമിയിലേക്ക് സ്പർശിക്കുകയാണ്. എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്നാലോചിച്ച് അതിന്റെ ആളുകളോട് നിസ്കാരശേഷം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു. ഇത് കേട്ടപ്പോൾ ഇസ്ലാമിലേക്ക് വന്നു എന്ന് നമുക്ക് കാണാം. നിസ്കാരത്തെക്കുറിച്ച് സഹോദരങ്ങളെ, നമുക്ക് ചെറുപ്പത്തിലേ ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ടാണ് നമുക്ക് ലോകം തിരിയാത്തത്. അത് നല്ല രൂപത്തിൽ അതിനെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയ ആളുകൾക്ക് ഈ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കൃത്യമായ ബോധ്യമുണ്ട്. നമ്മളിങ്ങനെ സ്വിച്ചിട്ടതുപോലെ ഒരു യാന്ത്രികമായ ഒരു കറക്കം മാത്രമാണ് നമ്മിൽ പലപ്പോഴും ഉണ്ടാവുക എന്നതുകൊണ്ടായിരിക്കണം നമുക്കത് ആസ്വാദനം ലഭിക്കാത്തത്. അള്ളാഹു നമുക്കത് നൽകുമാറാവട്ടെ. അതുപോലെ സഹോദരങ്ങളെ, അടുത്ത് നോക്കൂ നിങ്ങൾ, ഈ ദീനിലെ ജക്കാത്ത് എന്നത് ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ ഒന്നാണ്. ഈ ജക്കാത്ത് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ധനികർക്ക്, അഥവാ അല്ലാഹു നിശ്ചയിച്ച സമ്പത്ത് അതുള്ള ഒരാൾ വർഷാവർഷം ആ സമയമായാൽ അതിൽ നിന്ന് അല്ലാഹു നിശ്ചയിച്ച ഒരു ഓഹരി അതിന്റെ അവകാശികളായ സാധുക്കളായ ആളുകൾക്ക് കൊടുക്കണം. ഇത് സഹോദരങ്ങളെ നീതിയാണ്, അള്ളാഹുവിന്റെ കാരുണ്യമാണ്. സമ്പത്തുള്ളവൻ അത് ശുദ്ധീകരണമാണ്. പാവപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് സഹായവുമാണ്. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നിശ്ചയിച്ചു. അള്ളാഹു നിശ്ചയിച്ചതാണത്. നിസാബ് അഥവാ ഇത്ര ഉണ്ടായാൽ ഇത്ര കൊടുക്കണം, അതിന്റെ കണക്ക്, അതിന്റെ കാര്യം അതാർക്കൊക്കെ കൊടുക്കണം എന്നും അള്ളാഹു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, ധനികരായ ആളുകളിൽ നിന്ന് ഫുഖറാക്കളായ സാധുക്കളായ ആളുകൾക്ക് പോകുന്ന ഒരു ഓഹരിയാണ് സക്കാത്ത് എന്നുള്ളത്. അത് സഹോദരങ്ങളെ ഈ ദീനിന്റെ മനോഹാരിതയിൽപ്പെട്ടതാണ്. ഈ ദീൻ എത്ര കാരുണ്യമാണ്, അള്ളാഹുവിന്റെ ദീൻ എത്ര കാരുണ്യമുള്ളതാണ് എന്നറിയിക്കുന്നതാണ്. നിർബന്ധ സക്കാത്ത് ആവട്ടെ, അതല്ലാത്ത സ്വതക്കയാവട്ടെ,
ഇതൊക്കെ ഒരാൾ അയാളുടെ കയ്യിലുള്ള സമ്പത്ത് കൊടുക്കുകയാണ്. സമ്പത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ധീരനാണ് ഉറച്ചു നിൽക്കുക. ഭീരു പേടിച്ചോടും, പോക്കറ്റ് ഇടും, കയ്യിൽ നിന്ന് പോവില്ല. എല്ലാ ദിവസവും നേരം പുലരുമ്പോൾ 2 മലക്കുകൾ ഇറങ്ങും. എന്നിട്ട് കൊടുക്കുന്നവൻ അല്ലാഹുവേ വീണ്ടും വീണ്ടും കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. പിടിച്ചു വെക്കുന്നവന് നഷ്ടം വരുത്തണേ എന്നും പ്രാർത്ഥിക്കും. നോക്കൂ, നിർബന്ധമുള്ളതാവട്ടെ അല്ലാത്തതാവട്ടെ അതിൻ്റെ ആളുകൾക്ക്, ആവശ്യക്കാർക്ക് കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ദീനിൽ പുണ്യകരമായ കാര്യമാണ്. ഈ ദീൻ എത്രമാത്രം അതിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നത് തിരിച്ചറിയാൻ ഈ സക്കാത്ത് എന്നത് ദീനിന്റെ തൂണായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത് എന്ന കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതുപോലെ സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, 4-മത്തേത് നോമ്പ്. നോമ്പ് എന്നത് ഒരടിമ പ്രഭാതം മുതൽ ഫജ്ർ മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ പട്ടിണി എടുക്കുകയാണ്. ആർക്കു വേണ്ടി? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി, ഏകനായ സൃഷ്ടാവിന് വേണ്ടി. അതിലൂടെ അവൻ ജീവിത വിശുദ്ധി കൈവരിക്കുന്നു. നോമ്പ് കാലത്ത് നിങ്ങൾ നോക്കിയാൽ മതി, പൊതുവെ തിന്മകൾ ജീവിതത്തിൽ നിന്ന് കുറയും, ഇല്ലാതെയാവും. നോമ്പിലൂടെ ജീവിതകാലം മുഴുവനും പിന്നീട് നല്ല മനുഷ്യനായി സാലിഹായി അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ എത്ര ആളുകളുണ്ട്. തഖ്വ എന്നത് അഥവാ ജീവിത വിശുദ്ധി, അള്ളാഹുവിനുള്ള സൂക്ഷ്മത, ഇതൊക്കെ നോമ്പിലൂടെ കരസ്ഥമാകുന്നു. അള്ളാഹുവിൻ്റെ ഹബ്ബ്, സ്നേഹം, അള്ളാഹുവിലേക്കുള്ള സാമീപ്യം, അള്ളാഹുവിന് വേണ്ടി എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന കാര്യം, ഇതൊക്കെ നോമ്പിലൂടെ ഒരടിമ നടപ്പിലാക്കുകയാണ്. ഇതൊക്കെ സംഭവിക്കുകയാണ് നോമ്പിലൂടെ. സഹോദരങ്ങളെ, മറ്റുള്ള ആളുകളുടെ നോമ്പ് പോലെയല്ല ഇസ്ലാമിൻ്റെ നോമ്പ്. മുസ്ലിമിന്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരാളുമില്ല, വെള്ളമുണ്ട്, ഭക്ഷണമുണ്ട്, കഴിക്കൂല. ഒരു മുസ്ലിം തിന്നുകയില്ല, കുടിക്കുകയില്ല. കാരണം അവൻ സൃഷ്ടാവിനെ ഭയപ്പെടുന്നു. അതിലൂടെ എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്? ആരോരും കാണാത്തപ്പോൾ അള്ളാഹുവിനെ ധിക്കരിക്കുക എന്ന തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നതുകൂടി പഠിപ്പിക്കുന്നു. അതിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ സഹോദരങ്ങളെ നോമ്പ് കൊണ്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഈ നോമ്പിന്റെ കാര്യത്തിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ അങ്ങനെ ഒരു വേർതിരിവില്ല. എല്ലാവരും വിശപ്പിന്റെ കാഠിന്യം അറിയണം. എല്ലാവരും, രാജാവും പ്രജകളും ഒരുപോലെ സുബഹ മുതൽ മഗ്രിബ് വരെ പട്ടിണി കിടക്കണം. രാജാവും കിടക്കണം, ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും ഒരേപോലെയാണ് നോമ്പിന്റെ കാര്യത്തിൽ. രാജാവിനൊരു അരമണിക്കൂർ മുന്നേ നോമ്പ് കുറിക്കലില്ല. രാജാവിന് തോന്നുമ്പോൾ ഞാൻ ഇപ്പതാ നോമ്പ് എന്നില്ല. എല്ലാവരും ഒരുപോലെ. ഈ ദീനിന്റെ പ്രത്യേകതയാണിത്. ഈ ദീനിൽ അങ്ങനെയുള്ള ഒരു അധമത്വമില്ല, അതുപോലെ തൊട്ടുകൂടായ്മയില്ല. താഴ്ന്നവൻ അങ്ങനെയുള്ള ഒരു ജാതീയത പരിശുദ്ധ ഇസ്ലാമിലില്ല. നിങ്ങൾ നോമ്പ് എന്ന കാര്യം നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ നോക്കൂ, 5-മത്തെ കാര്യം അൽ ഹജ്ജ്. നേരത്തെ പറഞ്ഞില്ലേ, ജീവിതത്തിൽ ഒരു തവണ മാത്രമേ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ളൂ. ഈ ഹജ്ജിന്റെ കാര്യം നിങ്ങൾ എടുത്തു നോക്കൂ. ഒരുപാട് സമ്പത്ത് ചെലവാക്കിക്കൊണ്ടാണ് ഒരാൾ ഹജ്ജിനു വേണ്ടി പോകുന്നത്. അതുപോലെ പ്രയാസങ്ങൾ ഒരാൾ സ്വയം ഏറ്റെടുക്കുകയാണ്. യാത്രയുടെ പ്രയാസം, അവിടെയുള്ള താമസം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ പ്രയാസമാണ്. ഒരുപാട് നാളുകൾ അവിടെ ചിലവഴിക്കണം. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന്റെ തൃപ്തി അത് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അള്ളാഹുവിന്റെ അതിഥികളായി അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്തേക്ക്, അള്ളാഹുവിന്റെ ഭവനത്തിൽ കഅബയിലേക്ക് ഇഹ്റാമുമായി തൽബിയത്തുമായി ഒരടിമ ചെല്ലുന്നു. സഹോദരങ്ങളെ, ഒരുപാട് വ്യത്യസ്തങ്ങളായ ഇബാദത്തുകൾ ആ ഹജ്ജിലുണ്ട്. അവിടെ നിങ്ങൾ നോക്കൂ, തൽബിയത്തിന്റെ ധ്വനികളാണ് അവിടെ കേൾക്കാൻ സാധിക്കുക.
ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, നീ ഏകനാണ്. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതി, നീയാകുന്നു സർവാധികാരി, നിന്റേതാണ് സർവ അനുഗ്രഹങ്ങളും. ഈ പ്രഖ്യാപനം ആവർത്തിച്ചുരുടുകയാണ് ഓരോ ഹാജിയും. അവിടെ നിങ്ങൾ നോക്കൂ, തുള്ളിച്ചാടലില്ല, ഗാനമേളയുടെ ആരവങ്ങളില്ല, കൈകൊട്ടിപ്പാട്ടില്ല, പടക്കങ്ങളില്ല, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കാണാൻ സാധിക്കുകയില്ല. ശാന്ത സുന്ദരമായ അന്തരീക്ഷം, തൽബിയത്തിന്റെ വിളികളല്ലാതെ വേറെന്താ അവിടെ ഉള്ളത്? നാട്ടോർത്താനും പറയും ആരെങ്കിലും ഇല്ല. നിറകണ്ണുകളുമായി അവനവന്റെ പാപങ്ങളെക്കുറിച്ച് ആലോചിച്ച് സൃഷ്ടാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഇഖ്ലാസോടുകൂടി ഹജ്ജ് നിർവഹിക്കുകയാണ്. എല്ലാവരും ഒരേ വസ്ത്രം, നേരത്തെ പറഞ്ഞതുപോലെ രാജാവാകട്ടെ പ്രജയാവട്ടെ ആരുമാവട്ടെ, ആ ഹജ്ജിന്റെ വേളകളിൽ നോക്കിയാൽ എല്ലാവരും ഒരുപോലെ, എല്ലാവരും ഒരുപോലെ, ഒരേ വസ്ത്രം, ഒരേ സൃഷ്ടാവിലേക്ക്, ഒരേ വാചകം. കുറച്ചാക്ക് വേറെ കുറച്ചാക്ക് വേറെ, നമുക്ക് തോന്നിയ പോലെ മറ്റേക്ക് അങ്ങനെ ഇല്ല. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന വിളിയാണ്. എല്ലാവരും ഒരേപോലെ, ഒരേ സ്വരത്തിൽ, ഒരേ സ്ഥലത്തേക്ക്, ഒരേപോലെ തവാഫും സഅയും അതുപോലെ അറഫയും മിനായും മുസ്ദലിഫയും തുടങ്ങി ഹജ്ജിന്റെ ഏതൊക്കെ കർമ്മങ്ങളുണ്ടോ എല്ലാവരും അവിടെ എത്തിയിരിക്കണം. സഹോദരങ്ങൾ നോക്കൂ, എത്ര മഹത്തരമാണ് നോക്കൂ. ഇസ്ലാമിലെ 5 സ്തംഭങ്ങളാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. ഇതിനേക്കാൾ തെളിമയുള്ള ഇബാദത്തുകൾ ഇതിനെ വിമർശിക്കുന്നവർ കൊണ്ടുവരട്ടെ. ഇസ്ലാമിലെ ആഘോഷങ്ങൾ എടുത്തു നോക്കൂ നിങ്ങൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം വാർത്ത വന്നില്ലേ, ഇവിടെ പട്ടിണി പാവങ്ങളും ജോലിയില്ലാത്തവരും ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകളും നിരവധിയുണ്ട്. എന്നിട്ടും കോടികൾ കുടിച്ചു തീർത്തി. കുടിച്ചിട്ട് എന്താ കിട്ടിയത്? അടുത്ത ദിവസത്തെ വാർത്തകളിൽ വരും, എത്ര ആൾ മരിച്ചു, എത്ര ആൾ കൊല്ലപ്പെട്ടു, എത്ര ആൾക്ക് കുത്തേറ്റു, അതൊക്കെ അടുത്ത ദിവസത്തെ വാർത്തകളിൽ വരും. കോടിക്കണക്കിന് റുപ്യ ഒരാഘോഷം കഴിഞ്ഞിട്ടുള്ളൂ, ഒരൊറ്റ ഒരാഘോഷം കഴിഞ്ഞിട്ടുള്ളൂ. എന്നാലോ ഇസ്ലാമിൽ ഒരു ആഘോഷം കഴിഞ്ഞാൽ നമുക്ക് എന്താ കേൾക്കാൻ സാധിക്കുക? അതാണ് യഥാർത്ഥത്തിൽ സമ്പൽ സമൃദ്ധി. അന്നേ ദിവസം പട്ടിണിയുള്ള ഒരു മുസ്ലിം വീടുണ്ടാവില്ല. നോമ്പ് കഴിഞ്ഞു, ഫിത്ർ സക്കാത്തിന്റെ വിഹിതം പെരുന്നാൾ നിസ്കാരത്തിന് മുന്നേ എല്ലാ സാധുക്കളും വീട്ടിലെത്തിയിട്ടുണ്ടാവും. ഒരാളന്ന് പട്ടിണി കിടക്കൂല, ഒരാളും അന്ന് പട്ടിണി കിടക്കുകയില്ല. എത്ര പാവപ്പെട്ടവനായാലും അന്ന് പട്ടിണിയില്ല, അന്ന് സമൃദ്ധിയാണ്. അതാണ് സമൃദ്ധി. ഇസ്ലാമിന്റെ ആഘോഷങ്ങൾ എടുത്തു നോക്കിയാൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഏതും സഹോദരങ്ങളെ നോക്കൂ, ഒരേ സൃഷ്ടാവിലേക്ക്, ഒരേ സൃഷ്ടാവിനെ, ഒരേ റബ്ബിനെ ആരാധിക്കുന്നതിന്റെ പ്രത്യേകതയാണിത്. അവനുള്ള ഇബാദത്തുകളെല്ലാം ഒരേ റബ്ബിലേക്ക് സമാധാനത്തിൽ സന്തോഷത്തോടെ. ഇതാണ് ഇസ്ലാമിന്റെ ഓരോ ഇബാദത്തുകളും. നമ്മൾ ഇബാദത്തിന്റെ കാര്യം മാത്രം എടുത്ത് നോക്കിയാൽ നമുക്കിത് കാണാം. ഇനി സഹോദരങ്ങളെ, ഈ പരിശുദ്ധ ദീനിന്റെ മനോഹാരിതയിൽപ്പെട്ട വേറെയും ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണാം. ഐക്യമെന്നത്, പരസ്പരമുള്ള ഇണക്കമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ പാശത്തിൽ മുറുകെ പിടിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, പരിശുദ്ധ ദീൻ അത് നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് അല്ലാഹു പറഞ്ഞു. വദ്കുറു നിഅമതല്ലാഹി അലൈക്കും. ഈ ആയത്ത് സ്വഹാബികൾക്കാണ് ഇറങ്ങിയത്, നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. അല്ലാഹു പറയുകയാണ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇദ് കുൻതും അഅദാഅൻ, നിങ്ങൾ ശത്രുക്കളായിരുന്നു, പരസ്പരം പോരടിച്ച് ജീവിച്ചവരായിരുന്നു, പരസ്പരം ശത്രുതയിലും വിദ്വേഷത്തിലും പകയിലും ഒക്കെ കഴിഞ്ഞവരായിരുന്നു. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും,
ഇസ്ലാമിലൂടെ ഈ ദീൻ സ്വീകരിച്ചപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു ഇണക്കം നൽകി. ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായി മാറി. വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാർ, നിങ്ങൾ നരകത്തിന്റെ വക്കിലായിരുന്നു. നിങ്ങളെങ്ങാനും അന്ന് ആ അവസ്ഥയിൽ മരിച്ചു പോവുകയാണെങ്കിൽ നരകത്തിലായിരിക്കും, നരകത്തിന്റെ വക്കിൽ നിന്നും ഫഅൻഖദകും മിൻഹാ, നിങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തി. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഹ്തദൂൻ. അള്ളാഹു പറയുകയാണ്, അപ്രകാരമാണ് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ അവൻ വിവരിച്ചു നൽകുന്നത്, നിങ്ങൾ നേർമാർഗം പ്രാപിക്കുന്നതിനു വേണ്ടി. സഹോദരങ്ങളെ നോക്കൂ, ഐക്യം എന്നത് അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുന്നതിലൂടെയാണ് സാധിക്കുക. അള്ളാഹുവിന്റെ ദീൻ, ഖുർആനും സുന്നത്തും ഈ ഉമ്മത്തിലെ നല്ലവരായ ആളുകൾ അതെങ്ങനെ മനസ്സിലാക്കിയോ അത് പിൻപറ്റി അതിലായി അങ്ങനെ മുറുകെ പിടിച്ച് ജീവിക്കലാണ് ഐക്യം. അതാണ് ഐക്യം. അതല്ലാതെ സംഘങ്ങളും സംഘടനകളും വ്യക്തികളും അതൊക്കെ പിന്നീട് ഉണ്ടായതാണ്. അതിന്റെ അടിസ്ഥാനത്തിലല്ല ദീനിന്റെ ഐക്യം. മറിച്ച് കിതാബും സുന്നത്തും സലഫുകളുടെ മുൻഗാമികളുടെ അധ്യാപനവും അതേതൊരാൾ സ്വീകരിക്കുന്നുവോ അയാൾ ഐക്യത്തിലാണ്. അവർ ഐക്യത്തിലാണ്, അവർ ദീനിന്റെ സാഹോദര്യത്തിലാണ്. അതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ക്ഷണിച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ഇബാദത്തുകളൊക്കെ നിങ്ങൾ എടുത്തു നോക്കൂ, ഒക്കെ ജമാഅത്താണ്, ഐക്യമാണ്. നിസ്കാരം പരസ്പരം തോളോട് തോൾ ചേർത്ത് കാലുകൾ അടുപ്പിച്ചു വെച്ച് അങ്ങനെ ഒരു ഇമാമിന്റെ കീഴിൽ നിസ്കരിക്കുകയാണ്. ഇമാമ് തക്ബീർ ചെയ്യുമ്പോൾ നമ്മളതന്നെ ചെയ്യണം. ഇമാം റുകൂഇൽ പോകുമ്പോൾ അങ്ങനെ ഓരോന്നും ഇമാമിനെ പിന്തുടർന്നുകൊണ്ട് അങ്ങനെ ജമാഅത്തായി നിർവഹിക്കുക എന്നതിന് 25 അല്ലെങ്കിൽ 27 ഇരട്ടി പ്രതിഫലം അള്ളാഹു നിശ്ചയിച്ചു. ദീനിന്റെ ഐക്യമാണ്. ആ ഒരു മനോഹാരിത ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഏറ്റവും നല്ല രൂപത്തിൽ കാണാൻ സാധിക്കുക എവിടെയാണ്? കഅബയുടെ ചുറ്റുനിന്നും നിസ്കരിക്കുന്ന ആ രംഗം സഹോദരങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കൂ. പ്രത്യേകിച്ച് ഹജ്ജിന്റെ വേളകളിൽ നമ്മൾ കാണാറുണ്ട്. തൂവെള്ള വസ്ത്രം ധരിച്ച് എല്ലാവരും ഒരേപോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു. നിങ്ങൾ നോക്കൂ, ഹജ്ജ്, നോമ്പ്, നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ഐക്യമെന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിനും അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനും സലഫുകളുടെ മാർഗത്തിനും യോജിച്ച രൂപത്തിലുള്ള ഐക്യം അത് ഈ ദീനിന്റെ മനോഹാരിതയിൽപ്പെട്ടതാണ്. തെളിമയാർന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ മനോഹാരിതയിൽപ്പെട്ട കാര്യമാണ് സഹോദരങ്ങളെ അത്. ഇനി ഈ ദീനിന്റെ തെളിമയിൽപ്പെട്ടതാണ് ഈ ദീനിൽ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും അള്ളാഹുവിന്റെ കിതാബിലൂടെ അള്ളാഹു അറിയിച്ചിരിക്കുന്നു. ധർമ്മസമരം, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള പോരാട്ടം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലെ മഹത്തായ ഇബാദത്താണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഏറ്റവും വലിയ നന്മ തൗഹീദ്, ഏറ്റവും വലിയ തിന്മ ശിർക്ക്. തൗഹീദ് കൽപ്പിക്കലും ശിർക്ക് വിരോധിക്കലും, അതുപോലെ തിന്മകൾ അതിനെ വിരോധിക്കൽ, തിന്മകൾ അതിനെതിരെ ശബ്ദിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ മനോഹാരിതയിൽപ്പെട്ടതാണ്. നമ്മളെ കൂട്ടത്തിൽ ഒരാൾ ചെയ്താൽ അത് ചെയ്തോട്ടെ എന്നല്ല. യഹൂദികൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ കാനൂ ലാ യതനാഹൂന അൻ മുൻകരിൻ ഫഅലൂ, അവരിൽ തിന്മകൾ ചെയ്യുന്ന ആളുകളെ അവർ തടുക്കുകയില്ല. അങ്ങനെ നന്മ കൽപ്പിക്കാതിരിക്കുക, തിന്മ വിരോധിക്കാതിരിക്കുക എന്നൊരു കാര്യം ഉണ്ടായാൽ എല്ലാവരെയും ഒരുപോലെ അള്ളാഹുവിന്റെ ശിക്ഷ ബാധിക്കുമെന്നാണ്. പരിശുദ്ധ ഇസ്ലാമിൽ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന കാര്യം സഹോദരങ്ങളെ വലിയ കാര്യമാണ്. നിങ്ങൾ നോക്കൂ, നന്മ കൽപ്പിച്ചില്ല, തിന്മ വിരോധിച്ചില്ല എങ്കിൽ അരാജകത്വം ഉണ്ടാകും. നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഇത്രയെങ്കിലും സമാധാനം ഉണ്ടാവുന്നത്. അല്ലെങ്കിലോ തോന്നിയതുപോലെയായിരിക്കും. അങ്ങനെയല്ല. പരിശുദ്ധ ഇസ്ലാമിൽ ഈ പറഞ്ഞ അൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ വലിയ പ്രാധാന്യമുണ്ട്. ഈ ദീനിന്റെ
മഹാസിനുകളിൽപ്പെട്ടതാണിത്, മനോഹാരിതയിൽപ്പെട്ടതാണിത്. ഇതില്ലാതെ ദീൻ നിലനിൽക്കുകയില്ല സഹോദരങ്ങളെ. ഒരുപാട് ആയത്തുകളും ഹദീസുകളും ആ വിഷയത്തിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മനോഹരമായ ഒരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. മസലുൽ ഖായിമി അലാ ഹുദൂദില്ലാഹി വൽ വാഖിഇ ഫീഹാ. അല്ലാഹുവിന്റെ അതിർവരമ്പുകൾ അത് നടപ്പിലാക്കുന്ന ആളുകളുടെയും അത് ഭേദിച്ചു കിടക്കുന്ന ആളുകളുടെയും ഉദാഹരണം കമസലി ഖൗമിൻ ഇസ്തഹമു അലാ സഫീന ഫഅസാബ ബഅദുഹും അഅലാഹാ വബഅദുഹും അസ്ഫലഹാ. ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ ഉപമയാണ്. അവർ നെറുക്കിട്ടപ്പോൾ ചില ആളുകൾക്ക് മുകളിലും ചില ആളുകൾക്ക് താഴെയും കിട്ടി. അങ്ങനെ ഫകാന അല്ലദീ ഫീ അസ്ഫലിനാ ഇദാ ഇസ്തഖൗ മിനൽ മാഇ മറു അലാ മൻ ഫൗഖഹും. താഴെയുള്ള ആളുകൾക്ക് വെള്ളം കുടിക്കണമെങ്കിൽ, വെള്ളം എടുക്കണമെങ്കിൽ മേലേക്ക് പോകണം, മുകളിലേക്ക് പോകണം. ഫഖാലു, അപ്പോൾ അവരിൽ ചില ആളുകൾ പറഞ്ഞു, ലൗ അന്നാ ഖറഖ്നാ ഫീ നസീബിനാ ഖർഖൻ വലം നുഉദി മൻ ഫൗഖനാ. ഈ കപ്പലിന് ഒരു ദ്വാരമുണ്ടാക്കി അതിലൂടെ, ഇത് വെള്ളത്തിലാണല്ലോ പോകുന്നത്, അപ്പോൾ അതൊരു ദ്വാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താവും? താഴെ തന്നെ വെള്ളം കുടിക്കാം, മേലുള്ള ആൾക്കാരെ ഉപദ്രവിക്കുകയും വേണ്ട, നമ്മളെ കാര്യം നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇൻ യത്റുകൂഹും വമാ അറാദു ഹലകൂ ജമീഅൻ. ഈ വിവരദോഷികൾ ചെയ്യുന്നത് ഒരങ്ങനെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് മുകളിലുള്ള ആളുകൾ വെറുതെ വിടുകയാണെങ്കിൽ അവരെല്ലാവരും നശിക്കും. വഇൻ അഖദു അലാ ഐദീഹിം. ഈ വിവരദോഷികളുടെ കൈകൾ അവർ പിടിക്കുകയാണെങ്കിൽ നജൗ വനജൗ ജമീഅ. അവരും എല്ലാവരും രക്ഷപ്പെടുകയും ചെയ്യും. ഇതാണ് സഹോദരങ്ങളെ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കുന്നതിൻ്റെയും ഉദാഹരണം. ഞാനല്ല, എനിക്കെന്താ, നമ്മളെ കാര്യം നോക്കുക എന്ന് വിചാരിച്ച് ഒരാൾ പോയാൽ നാളെ ആ തിന്മ നമ്മുടെ വീടുകളിലേക്ക് കയറി വരും. നാളെ നമ്മുടെ പരിസരത്തുണ്ടാകും. അപ്പൊ പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല, എല്ലാവരും നശിക്കും. അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കൈകൊണ്ട്, നാവുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയതാണെന്ത്? മനസ്സുകൊണ്ട് വെറുക്കുക എന്നുള്ളത്. അപ്പൊ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നത് ഇതുപോലെയാണ്. വിവരമില്ലാത്ത ആളുകൾ ചെയ്യുന്നത് കണ്ട് അവരെ അങ്ങനെ വെറുതെ വിട്ടാൽ എല്ലാവരെയും മുസീബത്ത് ബാധിക്കും. അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ചായിരിക്കും. ദുനിയാവിൽ തന്നെ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഉപദ്രവങ്ങൾ എല്ലാവരെയും ബാധിക്കും. ആരും രക്ഷപ്പെടൂല. നേരെ മറിച്ച് പിടിച്ചാലോ രക്ഷപ്പെടും. അവരും രക്ഷപ്പെടും, നമ്മളും രക്ഷപ്പെടും. ഇത് സഹോദരങ്ങളെ ഈ ദീനിന്റെ മനോഹാരിതയിൽ പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ തെളിമയിൽപ്പെട്ടതാണ് അനന്തരാവകാശ നിയമങ്ങൾ. അത്ഭുതം തോന്നിപ്പോകും നമുക്ക്. അനന്തരാവകാശ നിയമങ്ങളിൽ ചില വിവരമില്ലാത്ത, യുക്തിയില്ലാത്ത യുക്തിവാദികൾ പലതും പറഞ്ഞു വരുത്തിയാലും ശരി, നീതിപൂർണമായ അനന്തരാവകാശ നിയമങ്ങൾ മാത്രമേ ഇസ്ലാമിലുള്ളൂ. ചില മുസ്ലിം നാമധാരികളെ കൊണ്ട് പരസ്യമായി ചോദ്യം ചോദിപ്പിക്കും. തട്ടട്ട പെൺകുട്ടികളെ കൊണ്ട് കോളേജിലൊക്കെ ചോദ്യം ചോദിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ലേ, നമുക്ക് പകുതിയല്ലേ ഉള്ളൂ, അവർക്ക് ഫുള്ളുണ്ടല്ലോ എന്നൊക്കെ ചോദ്യം ചോദിപ്പിച്ചാലും ശരി, പരിശുദ്ധ ദീനിലെ അനന്തരാവകാശ നിയമങ്ങൾ ഇത് പരിപൂർണമാണ്. അത് നീതിയാണ്. അതേറ്റവും നീതിപൂർണമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത്. അതിലൊരു അതിക്രമവും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? ചിന്തിച്ചു നോക്കൂ. ആർക്കൊക്കെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എപ്പോ കൊടുക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കൃത്യമായി ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ആർക്കൊക്കെ കൊടുക്കണം, ആർക്കൊക്കെ കിട്ടും, ആർക്കൊക്കെ കിട്ടൂല എന്നൊക്കെ ആ വിഷയം മുഴുവനും അല്ലാഹു ഏറ്റെടുത്ത കാര്യമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് തന്നെ സൃഷ്ടികൾക്ക് അതിൽ യാതൊരു കൈകടത്തലുകളും ഇല്ല തന്നെ. നിങ്ങൾ നോക്കൂ, ആണിന്റെ പകുതി പെണ്ണിന് എന്ന് പറയുമ്പോൾ അത് അനീതിയാണോ സഹോദരങ്ങളെ? ചിന്തിച്ചു നോക്കൂ. വാസ്തവത്തിൽ അത് നീതിയല്ലേ? കാരണം പുരുഷനാണ്, ആണാണ് ചിലവ് നടത്തേണ്ടത്, അവന്റെ മേലാണ് ചിലവുള്ളത്.
ഒരു വാപ്പ മരിച്ചു, സ്വത്തോഹരി വെക്കപ്പെട്ടു, മകന് മകളേക്കാൾ അധികം കിട്ടണ്ടേ? കാരണം ഈ ഉമ്മയെയും ബാക്കിയുള്ള സഹോദരങ്ങളെയും ഇപ്പൊ ചെലവെടുത്തണ്ടാരാ? പെണ്ണ് കൊടുക്കോ? പെണ്ണിന്റെ ഓഹരി കൊടുക്കോ? ഇല്ല, ഇവൻ തന്നെ ചെലവെടുത്തണം. ഇനി ഈ പെൺകുട്ടി അവളെ കല്യാണം കഴിപ്പിച്ചയക്കണമെങ്കിൽ എന്റെ ഓഹരി ഉണ്ട്, കാക്ക എടുത്തോളി എന്നൊരു തരുവോ? ഇല്ല, അതോളെ പുതിയാപ്പിളക്കുള്ളതാണ്. ഇയാൾ എന്നെ സ്വർണവും ചെലവും ഒക്കെ നടത്തി ഓളെ കെട്ടിച്ചേക്കണം. ഇങ്ങനെ എടുത്തു നോക്കിയാൽ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അള്ളാഹു നീതിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ വിശാലമായ വിഷയമാണ്. ഈ ആളുകൾ മറ്റേയാൾക്ക് കിട്ടുന്നില്ലല്ലോ, ഇയാൾക്ക് കിട്ടുന്നില്ലല്ലോ, അയാൾക്ക് കിട്ടുമ്പോൾ ഇയാൾക്ക് കിട്ടൂലല്ലോ എന്നൊക്കെ ചോദിക്കാന്നേ ഉള്ളൂ. ചോദിക്കട്ടെ, ഇവരൊക്കെ എങ്ങനെയാണ് ഇത് ഓഹരി വെക്കല്? ഇവരൊക്കെ ഓഹരി വെച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാലോ? ഇസ്ലാമിലല്ലാത്ത, മുസ്ലിമീങ്ങളല്ലാത്ത ഈ പറയുന്ന ആളുകളൊക്കെ ഓഹരി വെച്ചത് പോയി നോക്കിയാൽ ചിലപ്പോൾ അവിടെ അടിയും കുത്തുവരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കാൻ പ്രമാണങ്ങളില്ലാതെ ചില ആളുകൾ നടത്തുന്ന ഒളിയമ്പുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറിച്ച് ഒരു മുസ്ലിം ഉറച്ചു വിശ്വസിക്കുക. സഹോദരങ്ങളെ, ഈ വിഷയം നമ്മൾ നോക്കിയാൽ, പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ ഇത് ഏറ്റവും നീതിപൂർണമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതിലെ മസാലകൾ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അള്ളാഹു പറഞ്ഞതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക. അള്ളാഹു അത് ഏറ്റെടുത്തതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു ഇതുപോലെയുള്ള വിവരദോഷികളുടെ വർത്തമാനങ്ങളിലും നമ്മൾ പെട്ടുപോകരുത്. നമ്മുടെ ദീനാണ് അതുകൊണ്ട് നശിക്കുക. നമ്മുടെ ദീൻ കൃത്യമായി ഇത് പഠിപ്പിച്ചു തന്നത്, ഇതിൽ പിന്നെ ഒരാൾക്കും ഒരു കൈകടത്തലുകളും ഇല്ല. കുറച്ചു കാലം കഴിഞ്ഞാൽ മാറിപ്പോവുക എന്നൊന്നുമില്ല. പഴയ കാലത്ത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ എന്തൊക്കെ നടന്നിട്ടുണ്ട്? ഭർത്താവ് മരിച്ച ഭാര്യ തീയിൽ ചാടി മരിക്കണം, പിന്നീട് അത് മാറ്റിയതല്ലേ? എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. എന്നാൽ അന്ന് മുതൽ, നേരത്തെ ഇവർ പരിഹസിച്ച 6-ാം നൂറ്റാണ്ട് മുതൽ ഖിയാമത്ത് നാൾ വരെ ഈ പറഞ്ഞ മീറാസിന്റെ ആയത്തുകൾ വിശദീകരിച്ച് തന്നെയാണ് മുസ്ലിമീങ്ങൾ അനന്തരാവകാശം ഓഹരി വെക്കുക. ഒരു മാറ്റം ഉണ്ടാവില്ല. കുറേ കാലം കഴിഞ്ഞിട്ട് ഒരാൾ എന്നോട് അനീതി കാണിച്ചോ എന്ന് പറഞ്ഞിട്ട് വരാൻ പറ്റൂല. മൊത്തത്തിൽ കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ലാഭം ഇവർക്ക് തന്നെ ആയിരിക്കും. എങ്ങനെയാണ് കൂട്ടി നോക്കിയത്? അതുകൊണ്ട് സഹോദരങ്ങളെ, അത് ഈ ദീനിന്റെ മനോഹാരിതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 10 മണിക്കാണ് തുടങ്ങിയത്. നിർത്തണ്ടേ? മുമ്പേർക്ക് തുടങ്ങിയിട്ടില്ല, 10 മണിക്കാണ് തുടങ്ങിയത്. കുറച്ച് സമയം കൂടി പറയല്ലേ, കുറച്ച് കാര്യങ്ങൾ കൂടി ഓർക്കലുണ്ടോ? അടുത്തത് സഹോദരങ്ങളെ, ഈ ദീനിലെ ഓരോ നിയമനിർദ്ദേശങ്ങളും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ഓരോ നിയമങ്ങൾ, പ്രതിക്രിയകൾ, ഒരു തെറ്റിന് ഭരണാധികാരികൾ നടപ്പിലാക്കേണ്ട പ്രതിക്രിയകൾ, അതെടുത്തു നോക്കിയാൽ അള്ളാഹു അതേക്കുറിച്ച് പറഞ്ഞത് എന്താണ്? വലക്കും ഫിൽ ഖിസാസി ഹയാത്ത് യാ ഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവരെ, ഖിസാസിൽ അഥവാ പ്രതിക്രിയയിൽ നിങ്ങൾക്ക് ഹയാത്തുണ്ട്, ജീവനുണ്ട്. കൊന്നവനെ തിരിച്ചുമില്ല, കട്ടവന്റെ കൈവിട്ട അതുപോലെയുള്ള തിന്മകൾക്ക് പ്രതിക്രിയ നടപ്പിലാക്കുക എന്നുള്ളതിൽ നിങ്ങൾക്ക് ഹയാത്തുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, അത് തന്നെയല്ലേ വാസ്തവം? അതാണ് വാസ്തവം, അതാണ് സത്യം. എന്തുകൊണ്ട് ഇങ്ങനെ സലഫുകളിൽ ചില ആളുകൾ പറഞ്ഞതായി കാണാം? ഒരുത്തന് വേറൊരുത്തനെ കൊല്ലണമെന്ന് തോന്നിയാൽ തിരിച്ചു കൊല്ലപ്പെടും എന്ന് ഭയപ്പെട്ടുകൊണ്ട് അവൻ അത് നിർത്തും. അപ്പോഴാണ് മനുഷ്യന് സുസ്ഥിരമായ ജീവിതം നയിക്കാൻ സാധിക്കുക, സൗരവിഹാരം നടത്താൻ സാധിക്കുക അപ്പോഴാണ്. അല്ലെങ്കിലോ അരാജകത്വമായിരിക്കും. തോന്നിയതുപോലെ ചെയ്യും. നമ്മൾ നാട്ടിൽ കാണുന്നില്ലേ, കൊന്നോൻ കുറച്ചാലിങ്ങനെ പുറത്തിറങ്ങും, എന്ത് ചെയ്താലും, മയക്കുമരുന്ന് വിറ്റാലും ശരി, കൊടുത്താലും ശരി, വാങ്ങിയാലും ശരി, 2 ആളല്ല 5 ആളല്ല, ആരെ കൊന്നാലും ശരി, അടിച്ചാലും ശരി, കുത്തിയാലും ശരി, കുറച്ചാലും കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ ഇറങ്ങി നടക്കും. എവിടെ ഹയാത്ത്? ഇസ്ലാമിക രാജ്യത്ത് നോക്കിയിട്ട് അവിടെ അങ്ങനെ ആക്കില്ല, അവിടെ അങ്ങനെ ആക്കുന്നതുകൊണ്ട് എന്താണ്? ഏത് പാതിരാത്രി ആൾക്കാർക്ക് നടക്കാം. അവിടെ പൗരനാണെന്നോ പുറത്തുള്ള ആളാണെന്നില്ല, വെട്ടനെടുത്ത് തല വെട്ട് തന്നെ ചെയ്യും. അതുകൊണ്ട് എന്താണ്? ഓന്റെ കൈ പിന്നെ പൊന്തൂല. കാണുന്ന ആളുകൾക്ക് പേടി ഉണ്ടാകും ഒരുത്തന്റെ ജീവൻ എടുക്കാൻ. കാരണം എന്താ? ഇവൻ കൊല്ലപ്പെടും.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള നിയമങ്ങൾ സഹോദരങ്ങളെ, അതിൽ നമുക്ക് ഹയാത്ത് നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ അതിലാണ് നമ്മുടെ സ്വസ്ഥമായ ജീവിതമുള്ളത്. മനുഷ്യർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ, സമാധാനത്തിൽ ജീവിക്കാൻ അള്ളാഹുവിന്റെ ഈ നിയമങ്ങൾ അത് കാരണമാണ്. അത് ഇസ്ലാമിന്റെ മനോഹാരിതയിൽപ്പെട്ടതാണ്. എടുത്തു നോക്കൂ, പരിശോധിച്ചു നോക്കൂ. തിന്മകൾ അതിന്റെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഇവർ ഈ പറയുന്ന പുരോഗമനം പറയുന്ന വലിയ വലിയ അങ്ങനെയുള്ള രാജ്യത്തേക്ക് എടുത്തു നോക്കൂ. കൊലപാതകം കയ്യും കണക്കുണ്ടാവില്ല, ബലാത്സംഗം കയ്യും കണക്കുണ്ടാവില്ല, മോഷണം, പിടിച്ചുപറി, അങ്ങനെ ഏത് സാമ്പത്തിക തട്ടിപ്പുകൾ എന്തെടുത്തു നോക്കോ, അതൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഈ പറഞ്ഞ പുരോഗമന രാജ്യങ്ങളിലാണ്. ഇതൊക്കെ കൃത്യമായി ഇസ്ലാമിന്റെ നിയമങ്ങൾ നടപ്പിലാക്കുന്ന രാജ്യങ്ങൾ എടുത്തു നോക്കൂ, കുറവായിരിക്കും, താരതമ്യേന വളരെ കുറവായിരിക്കും. അടുത്ത് നമ്മുടെ നാട്ടിൽ വരെ ഒരു ടീച്ചർ പറഞ്ഞു ഇസ്ലാമിക നാടുകളിൽ ചെയ്യുന്നത് പോലെ ചെയ്യണം. അവർ പോലും ആഗ്രഹിച്ചു പോവുകയാണ്. അവരാഗ്രഹിച്ച നമുക്ക് തെളിവല്ല, പക്ഷെ അതുപോലും പരസ്യമായി പറയാൻ അവരെ പ്രേരിപ്പിച്ചത് നോക്കൂ നിങ്ങൾ. അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു, വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. ബുദ്ധിയുള്ള ആളുകളെ വിളിച്ചിട്ടാണ് അള്ളാഹു പറഞ്ഞത്, ബുദ്ധിയില്ലാത്ത യുക്തിവാദികളെ വിളിച്ചിട്ടല്ല അള്ളാഹു പറഞ്ഞത്. യുക്തിയില്ലാത്ത യുക്തിവാദികൾ അവർക്കിത് ദഹിക്കുകയില്ല. കാരണം എന്താ, ഓൻ്റെ അരാജകത്വം നടപ്പിലാക്കണമെങ്കിൽ ഇതൊന്നും നടപ്പാൻ പാടില്ല. ലിബറലിസം, അതുപോലെയുള്ള തോന്നിവാസങ്ങൾ, എന്തും എപ്പോഴും ഏതും. ഒരിടത്ത് ചാനൽ വന്നിരുന്നിട്ട് പറഞ്ഞായിരുന്നില്ലേ, എന്തും ചെയ്യാം, മയക്കുമരുന്ന് വ്യാപകമാക്കണം, അതിങ്ങനെ വെറുതെ കിട്ടണം. ഏത് സോഡയും ലൈം സോഡയൊക്കെ വാങ്ങുന്നത് പോലെ ചെറിയ പൊട്ടിപ്പൊടി പോയിട്ട് കുറച്ച് മയക്കുമരുന്ന് ഇങ്ങനെ മക്കളൊക്കെ ഇങ്ങനെ ഇത് അടിച്ചിട്ട് ലഘുലകാനില്ലാണ്ട് നടക്കുക. എന്തായിരിക്കും നാടിന്റെ അവസ്ഥകൾ ആലോചിച്ചു. മൊത്തം കഞ്ചാവ് അടിച്ച് നടക്കുന്ന, ഇതുപോലെയുള്ള ലഹരി അടിച്ച് നടക്കുന്ന ഒരു നാട് നമ്മൾ ചിന്തിച്ചു നോക്കും, എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക? ഒരു വാക്ക്, ഒരു ഹർഫ് ഒരാളോട് പറയാൻ പറ്റുമോ? എൻ്റെ കയ്യിൽ കത്തിണ്ടാവില്ലേ? എവിടെ ഹയാത്ത്, എവിടെ ജീവിതം, എവിടെ മനുഷ്യന് സമാധാനം? അല്ലാഹുവിന്റെ ദീൻ അതിന്റെ തെളിമയും മാധുര്യമവുമാണ് സഹോദരങ്ങൾ നമ്മൾ കേട്ടത്. ഇനി നിങ്ങൾ നോക്കൂ, ഇസ്ലാമിൽ അള്ളാഹുവിന്റെ ദീനെ അവസാനിപ്പിക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം. അള്ളാഹുവിന്റെ ദീനിൽ സ്ത്രീകൾ, സഹോദരിമാർ, അവരെ കുറിച്ച് ഒരുപാട് ഇതുപോലെയുള്ള വിവരമില്ലാത്ത ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. സ്ത്രീകളെ അടിച്ചമർത്തുന്നു, ഒരു സ്വാതന്ത്ര്യവും കൊടുക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ സ്ത്രീകൾക്ക് നൽകിയ സ്വാതന്ത്ര്യവും അവർക്ക് നൽകിയ സ്ഥാനവും എന്തുമാത്രം വലുതാണ് എന്നത് സഹോദരങ്ങളെ അവിടുന്ന് ഇവിടുന്നും എന്തെങ്കിലും കേട്ടാലൊന്നും മനസ്സിലാവില്ല. മറിച്ച് അള്ളാഹുവിന്റെ ദീനിലെ പ്രമാണങ്ങൾ അതുതന്നെ നമ്മൾ വായിക്കണം, നമ്മൾ കേൾക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ 5 നേരം നിസ്കരിക്കുകയും അതുപോലെ റമദാനിൽ നോമ്പെടുക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു സൂക്ഷിക്കാൻ പറഞ്ഞ അവളുടെ ശരീരം അത് കാത്തു സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൾക്ക് സുഖകരമായി സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ വസാമത് ശഹ്റഹാ വഹഫിളത് ഫർജഹാ വഅതാഅത് സൗജഹാ ഖീല ലഹാ ഉദ്ഖിലിൽ ജന്നത മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി. ഒരു പെണ്ണ് അവൾ 5 നേരത്തെ നിസ്കാരം നിർവഹിച്ചാൽ, ഒരു മാസത്തെ നോമ്പ് അനുഷ്ഠിച്ചാൽ, റമദാനിൽ അവളുടെ ഗുഹ്യാവയവം സൂക്ഷിച്ചാൽ, സംരക്ഷിച്ചാൽ, അവളുടെ ഭർത്താവിനെ അനുസരിച്ചാൽ സ്വർഗത്തിലെ വാതിലുകളിൽ നിനക്കിഷ്ടമുള്ള വാതിലിലൂടെ പ്രവേശിച്ചുകൊള്ളൂ എന്നവളോട് പറയപ്പെടുമെന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, സ്ത്രീകൾക്ക് അള്ളാഹുവിന്റെ ദീനിൽ ഭാരങ്ങൾ നൽകിയിട്ടില്ല. മറിച്ച് അവളോട് പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു സ്ത്രീക്കുള്ള സംരക്ഷണം മാത്രമേ അതിലുള്ളൂ. ഹിജാബ് ധരിക്കാൻ പറഞ്ഞു, കൃത്യമായി ശരീരം മുഴുവനും മറക്കാൻ പറഞ്ഞു, മുഖം മറക്കാൻ പറഞ്ഞു. എന്തിനാണ് ഒരു കറുത്ത തുണിക്കുള്ളിൽ അവളെ അങ്ങനെ
അടക്കി നിർത്താൻ വേണ്ടിയിട്ടാണോ? അത് മാത്രമാണോ? യഥാർത്ഥത്തിൽ അത് അവൾക്കുള്ള സംരക്ഷണമാണ്. കാരണം ഒരു പെണ്ണ്, ഒരു സ്ത്രീ എന്നത് പരിശുദ്ധ ദീനിൽ അവൾ കുഞ്ഞായിരിക്കുമ്പോൾ പിതാവിൻ്റെ പൊന്നോമന പുത്രിയാണ്, താലോലിച്ച് വളർത്തേണ്ടവളാണ്, വളർത്തുന്നവളാണവൾ. അവൾ വലുതായി അവൾക്ക് വിവാഹം ചെയ്ത് അവളെ പറഞ്ഞയച്ചാൽ പിന്നീട് അവൾ ഭർത്താവിൻ്റെ കരങ്ങളിലാണ്. ഭർത്താവിൻ്റെ സ്നേഹവും ലാളനയുമായി അങ്ങനെ കഴിഞ്ഞുകൂടും. പിന്നീട് അവൾ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൾ ഉമ്മയാണ്. പിന്നീട് ഈ മക്കൾ ഉമ്മയെ ബഹുമാനിച്ച് സ്നേഹിച്ച് ആദരിച്ച് അങ്ങനെ കൊണ്ടുപോകും. ഒരു സ്ത്രീ എന്നത് സഹോദരങ്ങളെ ദീനിൽ ഒരു രാജ്ഞിയേക്കാൾ സ്ഥാനമുള്ളവളാണ്. ഒരു രാജ്ഞി, ആ രാജ്ഞിയെ എല്ലാവർക്കും കാണാൻ കിട്ടുമോ? ഇല്ല. വളരെ അമൂല്യമായ ഒരു കാര്യമാണ് പെണ്ണ്. ചില ആളുകൾ പറഞ്ഞതുപോലെ, ചില വിവരമുള്ള ആളുകൾ പറഞ്ഞതുപോലെ, ഒരു സ്ത്രീയെ അവളുടെ അംഗലാവണ്യങ്ങളിലേക്ക് നോക്കുന്നവൻ യഥാർത്ഥത്തിൽ ഇറച്ചിയിലേക്ക് നോക്കുന്ന കൽബുകളെ പോലെയാണ്. അതുകൊണ്ട് അവളെ സംരക്ഷിക്കുന്ന അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സിംഹത്തോടാണ് അവരെ ഉപമിച്ചത്. അവർ അവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. കാരണം കണ്ണു തെറ്റിയാൽ ഈ ആളുകൾ വന്ന് പിടിച്ചെളിയും. അതുകൊണ്ട് അവൾക്കുള്ള സംരക്ഷണമാണ്. ഇത് ധരിക്കുന്ന സ്ത്രീകൾക്ക്, സഹോദരിമാർക്ക്, അള്ളാഹുവിന് വേണ്ടി അത് ചെയ്യുന്ന ആളുകൾക്കൊരു പ്രയാസമില്ല. പിന്നെ കാണുന്ന ഓനിക്കാണ് പ്രയാസം. കാരണം എന്താ? ഓൻ്റെ തോന്നിവാസം നടക്കണില്ല. ഇതൊക്കെ ഫ്രീ ആക്കി വിട്ട പാശ്ചാത്യ രാജ്യങ്ങൾ, അവിടെയുള്ള എത്ര വാർത്തകൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ല. അവിടെ നിങ്ങൾ നോക്കൂ, വയസ്സായ 60, 65, 70 വയസ്സായാലും പിന്നെയും ജോലി തന്നെ പെണ്ണ്. പിന്നെ ഈ പ്രായമുള്ള സ്ത്രീകൾ ജോലിക്ക് പോവന്നെ. അവരെ ഒന്ന് ആദരിക്കാനോ അവരെ ഒന്ന് നല്ല രൂപത്തിൽ അവരോട് വർത്തമാനം പറയാനോ മക്കളൊന്നും കിട്ടുന്നില്ല. പൈസയും കൊടുത്ത് ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ വൃദ്ധ സദനങ്ങളിലേക്ക് കൊണ്ടുപോയി ചേർത്തുകയാണ്. ഇസ്ലാമിൽ അങ്ങനെയല്ല. ഇസ്ലാമിൽ സ്ത്രീ ആദരിക്കപ്പെടുന്നവളാണ്. എല്ലാ അർത്ഥത്തിലും സ്ത്രീ ആദരിക്കപ്പെടുന്നു, എല്ലാ അർത്ഥത്തിലും. അതുകൊണ്ട് അവളെങ്ങനെ മൂടിപ്പോച്ചു കൊണ്ടുപോയി എന്ന് വിവരമില്ലാത്ത ആളുകൾ, ഒരു യുക്തിയുമില്ലാത്ത ആളുകൾ പറയുമ്പോൾ സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കുക, അവരാഗ്രഹിക്കുന്നത് നമ്മെ അവരുടെ കണ്ണുകൾക്ക്, കഴുകക്കണ്ണുകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അതുപോലെ ഇവരെ വർത്താനം കേട്ടിട്ട് അതിൻ്റെ പിന്നാലെ പോകരുത്. അങ്ങനെ പോയ, നേരത്തെ പറഞ്ഞില്ലേ, ഫ്രീ ആക്കി വിട്ട ആളുകൾ പിന്നീട് എത്ര കമ്മീഷൻ വന്ന് കേസ് അന്വേഷിച്ചു. എന്താണ് കണ്ടത്? കുറച്ച് നാളുകൾക്കും കേരളത്തിൽ മൂക്ക് കുത്തി നടക്കാൻ പറ്റൂല, മൂക്ക് തുറന്ന് നടക്കാൻ പറ്റില്ല, മൂക്ക് കുത്തിയിട്ടോളം നടക്കാൻ. അങ്ങനെയുള്ള കഥകളാണ് വലിയ വലിയ ഫിലിം ഇൻഡസ്ട്രീസിൽ നിന്ന് കേട്ടത്. വലിയ ആളുകൾ അതാണ് പറയുന്നത്. കുറച്ച് നാൾ മുന്നേ പറഞ്ഞ എന്താണ്? സ്വാതന്ത്ര്യം അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെയോ പർദ്ദയിട്ടിട്ട് വരേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, സഹോദരിമാരോട് പ്രത്യേകം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മനോഹാരിത, ഈ തെളിമയാർന്ന ദീൻ, അത് സ്ത്രീക്ക് ഏറ്റവും ഉന്നതമായ സ്ഥാനം തന്നെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം മനസ്സിലാക്കുക, വലൈസ ദക്കറു കൽ ഉൻസ. അള്ളാഹു പറഞ്ഞില്ലേ, ആണും പെണ്ണും ഒരുപോലെയല്ല. ഒരു സംശയമില്ല, ആണും പെണ്ണും ഒരുപോലെയല്ല. ആണും പെണ്ണും ഒരുപോലെയല്ല എന്ന് തന്നെയാണ്. സമത്വം വാദിക്കുന്ന ആളുകൾ ജോലി സ്ഥലത്ത് ഈ സമത്വമുണ്ടോ? ഇല്ല. പാർട്ടിയിൽ സമത്വമുണ്ടോ? ഈ സമത്വമുണ്ടോ? ഇല്ല. അവിടെ ഒന്നും ഒരു സമത്വം ഇല്ല. ശമ്പളത്തിലുണ്ടോ? ഇല്ല. ഒരു കാര്യത്തിലും ഒരു സമത്വം ഉണ്ടാവില്ല. ദീനിൽ സമത്വം കൊടുക്കണം. ഇസ്ലാമിലാണ് സമത്വം കൊടുക്കേണ്ടത്. എന്നാൽ വലുതായ കാര്യങ്ങൾക്കോ സ്ത്രീ വേറെ തന്നെയാണ്. സ്ത്രീകൾക്ക് ഒക്കെ വേറെ തന്നെയാണ്. ശമ്പളത്തിൽ കുറവ്, സംവരണത്തിൽ കുറവ്, പാർട്ടിയിൽ അധികാരത്തിൽ കുറവ്, എല്ലാത്തിലും സ്ത്രീ താഴെയാണ്, താഴേ തട്ടിലാണ്. പക്ഷെ ഇതൊക്കെ പറയുന്നവനും പുരോഗമനം പറഞ്ഞ് എഴുന്നേറ്റ് വെക്കും, ഇസ്ലാമിൽ സ്ത്രീകൾക്ക് അങ്ങനെയില്ലല്ലോ, ഇങ്ങനെയില്ല. സ്ത്രീകൾക്ക് ഇസ്ലാമിൽ നൽകിയതുപോലെ വേറെ എവിടെയാണ് നൽകിയത്? സഹോദരങ്ങളെ, സഹോദരിമാരെ. അതുകൊണ്ട് വിഷയം അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്. നല്ല സൽസ്വഭാവം, അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ദീനിന്റെ മനോഹാരിതയിൽപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് സമയം അനുവദിക്കുകയാണെങ്കിൽ പിന്നീട് ഒരു അവസരത്തിൽ കൂടുതൽ വിഷയം നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണം. ദീനിന്റെ മഹാസിനുകൾ, നന്മകൾ നമ്മൾ പഠിക്കണം സഹോദരങ്ങളെ.
അപ്പോഴാണ് നാം എവിടെയാണ് നിൽക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവുകയുള്ളൂ. നമ്മൾ തല ഉയർത്തി നിൽക്കണം, അഭിമാനത്തോടുകൂടി ഇസ്സത്തോടുകൂടി നിൽക്കണം. കാരണം ഈ പറഞ്ഞത് നമ്മൾ കേൾക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ദീനിലാണ് നമ്മളുള്ളത്. പരിശുദ്ധ ദീനിലാണ് നമ്മളുള്ളത്. മറ്റൊന്നിനും പകരം വെക്കാൻ സാധിക്കാത്ത അള്ളാഹുവിൻ്റെ ദീനിലാണ് നമ്മളുള്ളത്. നമ്മൾ ഇസ്സത്തുള്ള തലയുയർത്തി നടക്കുന്ന മുസ്ലിമായി തീരുക, അഭിമാനമുള്ളവരായി തീരുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട കാഴ്ചകൾ എത്ര ദയനീയമാണ്. ഇസ്ലാമിൻ്റെ ആഘോഷങ്ങളിൽ ഒരു ആഘോഷവും അതുപോലെയുള്ള ഒന്നും കാണിക്കാത്ത ആളുകൾ ഇതര മതസ്ഥരുടെ ആഘോഷത്തിൽ പാട്ടുപാടുന്നു, ഡാൻസ് കളിക്കുന്നു. ഈ പണ്ഡിത പുരോഹിതന്മാർ സ്ത്രീകൾക്ക് പള്ളി ഹറാമാക്കി. അതേ വീട്ടിൽ നിന്നാണ് ഈ പറഞ്ഞ തുള്ളാനും ചാടാനും പോണത്. വലിയ വലിയ 1000 ചില്ലാനം പള്ളികളുടെ ഖാദി അയാൾ വരെ ഈ പറഞ്ഞ ആഘോഷങ്ങൾക്ക് പോയി കൊടി പിടിക്കാൻ നടക്കാൻ. അപ്പൊ പിന്നെ കൗമ് പോകൂലേ? പിന്നെ മൂലന്മാർ അവിടെ ഇവിടുന്നും ഇത് ഹറാമാണ്, പാടില്ല, തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് സഹോദരങ്ങളെ, അത് വിശദമായി പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇസ്സത്തുള്ള മുസ്ലിമീങ്ങളാവുക. നമുക്ക് അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് ജീവിക്കാനും പറയാനും അത് പ്രബോധനം ചെയ്യാനും ഒക്കെയുള്ള തൗഫീഖ് അള്ളാഹു നൽകിയിട്ടുള്ളൂ. അള്ളാഹുവിൻ്റെ സഹായമാണ്. ഈ നാട്ടിൽ നമുക്കതിന് അവസരം ഉണ്ട്, അതിന് അനുവാദമുണ്ട്, അതിന് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ അഭിമാനമുള്ളവരായി നമ്മൾ ആ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുക. മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടാവണം. തവഫനി മുസ്ലിമൻ, അല്ലാഹുവേ മുസ്ലിമായി നീ എന്നെ മരിപ്പിക്കണേ. വൽഹഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ. നബിമാർ പ്രാർത്ഥിച്ചുവെങ്കിൽ നമ്മൾ എത്ര പ്രാർത്ഥിക്കണം? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചില്ലേ? വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എൻ്റെ മക്കളെയും ബിംബാരാധനയിൽ നിന്ന്, വിഗ്രഹാരാധനയിൽ നിന്ന് അല്ലാഹുവേ നീ അകറ്റണേ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, ദീൻ ഉൾക്കൊള്ളാൻ തൗഫീഖ് കിട്ടി എന്നത് നമ്മുടെ മേന്മയല്ല, മറിച്ച് അള്ളാഹു നമുക്ക് നൽകിയ ഔദാര്യമാണ്. അള്ളാഹു നമ്മോട് കാണിച്ച കാരുണ്യമാണ്. നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നമ്മളിതിലുണ്ടോ ഇല്ലേ എന്നാണ് നമ്മൾ പേടിക്കേണ്ടത്. ദീനിവിടെ ബാക്കിയുണ്ടാവും. ദീനിന്റെ കാര്യത്തിൽ നമ്മളാരും പേടിക്കേണ്ടയില്ല, നമ്മുടെ സ്വന്തത്തിന്റെ കാര്യത്തിൽ പേടിക്കണം. അവസാനം വരെ ഈ ദീൻ അത് മുറുകെ പിടിച്ച് ജീവിക്കാൻ, അതിലായി മരിക്കാൻ, അതാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ദീനിലെ നന്മകൾ, മനോഹാരിതകൾ, ഈ ദീനിലെ തെളിമയാർന്ന മാർഗം, ഇതിന്റെ മാധുര്യം അത് നുകരാൻ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ദീനിലായിക്കൊണ്ട് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാനും അതിലായി അള്ളാഹുവിനെ കണ്ടുമുട്ടാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ നമ്മെ അള്ളാഹു ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. വല്ലാഹു അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.